കൗൺസിലിങ്ങില് കൗൺസിലിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് കൗൺസിലിങ്ങിലെ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ഇൻ കൗൺസിലിംഗ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണുള്ളത്. കൗൺസിലിംഗ് ബേസിക്കലി കാൾ റോജേഴ്സ് പറഞ്ഞിരിക്കുന്നത് തന്നെ ബന്ധങ്ങൾ, ഈ കൗൺസിലറും തമ്മിലുള്ള ബന്ധം ആണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഈ കൗൺസിലിങ്ങിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന. അതുകൊണ്ട് നമുക്ക് ബന്ധങ്ങളുടെ ഒരു വ്യാപ്തി, അതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് അതിന് വേണ്ട സ്കിൽ എന്താണ്, ഒരു കൗൺസിലർക്ക് വേണ്ടിയ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വാസ്തവത്തിൽ നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന ഒരാള് പല ആശങ്കകൾ കാണും. എന്താ പറയുന്നത്, എന്നോട് എന്തൊക്കെയാ ചോദിക്കുന്നത്, ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം എനിക്ക് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എൻ്റെ പ്രശ്നങ്ങൾ വേറൊരാൾ, തേർഡ് പാർട്ടി ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ, അവരെന്താ എന്നെപ്പറ്റി വിചാരിക്കുന്നത്, പിന്നെ അത് വളരെ അൺകംഫർട്ടബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വിശ്വാസികളൊക്കെ ആണെങ്കിൽ പറയാം, അവരുടെ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ ആത്മീയനല്ല എന്ന് ആൾക്കാർ ചിന്തിക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത്ര നാളായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള സാധ്യത, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അത് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ പരാജയം കൊണ്ടാണ് എനിക്കിങ്ങനെ വന്നിരിക്കുന്നത്, എനിക്ക് വേണ്ട വിധത്തിലുള്ള പ്രാർത്ഥനയും വേണ്ട വിധത്തിലുള്ള പിന്നെ ധ്യാനവും അല്ലെങ്കിൽ ഉപവാസവും ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കത്തില്ലേ. എൻ്റെ ആത്മീയതയെക്കുറിച്ച് എന്തോ ചിന്തിക്കും. ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകൾ ആൾക്കാരുടെ മനസ്സിൽ കാണും. അല്ലെങ്കിൽ വേറെ വല്ലവരോടും ഒക്കെ പറയുമോ ഇത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യം, വ്യക്തിപരമായിട്ടൊരു കാര്യം പറയുക എന്നുള്ളത് വളരെ സമകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കൊരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ എളുപ്പമാണ് കുറച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറയുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ആക്ച്വലി. നമുക്ക് പല ചിന്തകൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകും. അപ്പം വാസ്തവത്തിൽ ഒരു നല്ല കൗൺസിലർ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഈ സുരക്ഷിതത്വ ബോധമില്ലായ്മ, ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആൾക്കാർക്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഇടപെടുന്നത്. എ ഗുഡ് കൗൺസിലർ ഈസ് ഓൾവേസ് അവെയർ ഓഫ് ദീസ് ഇൻസെക്യൂരിറ്റീസ് ആൻഡ് ട്രൈസ് ടു ഹെൽപ്പ് കൗൺസിലേഴ്സ് റിലാക്സ് ആക്ച്വലി. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ആൾക്കാർ വരുന്ന സമയത്ത് ആദ്യമായിട്ട് അവരൊന്ന് റിലാക്സ്ഡ് ആകത്തക്ക രീതി വേണം നമ്മുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ കുറെ തിയറീസ് ഒക്കെ പഠിച്ച്, അല്ലെങ്കിൽ കൗൺസിലിംഗ് ടെക്നീക്സ് ഒക്കെ സയന്റിഫിക് ആയിട്ട് പഠിച്ചതിന് ശേഷം അതൊരു സയന്റിഫിക് അനാലിസിസ് അവരുടെ മുമ്പിൽ നടത്തുക എന്നുള്ളതല്ലല്ലോ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ തിയറീസും ഈ സയന്റിഫിക് മെത്തേഡ്സും ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇതിനെപ്പറ്റി ധാരണയുണ്ടെങ്കിലും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ട്, നല്ല ഫ്രണ്ടായിട്ട്, ഒരു പാസ്റ്ററൽ ഹാർട്ടുള്ള ഒരാളായിട്ട് ഒക്കെ വേണം നമ്മൾ ഒരാളെ അപ്രോച്ച് ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മുടെ അറിവുകളെല്ലാം ഒരാൾക്ക് പകർന്നു കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ വലിയ മിടുക്കനാണെന്ന് കാണിക്കാനോ ഒന്നും ഉള്ള ഒരു ശ്രമമല്ല അതിനകത്ത്. സോ ഒരു പ്രാക്ടീസിങ് കൗൺസിലർ എന്ന് പറയുന്നത് നല്ല കൗൺസിലർ ആണെങ്കിൽ ഇങ്ങനെയുള്ള സുരക്ഷിതത്വ ബോധമേ ഇല്ലാത്തവരൊക്കെയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്നുള്ള ബോധ്യം വേണം. അപ്പം അതുകൊണ്ട് തന്നെ ഈ സംസാരിക്കാനുള്ള ഒരു കാലാവസ്ഥ, ഒരു തെറാപ്യൂട്ടിക് ക്ലൈമറ്റ് എന്ന് പറയാം അതിന്, ഒരു ഹീലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പം
അവിടെ കൗൺസിലി വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഉദാഹരണമായിട്ട് ഒരാൾ വലിയ പ്രശ്നമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അയ്യോ അങ്ങനെ സംഭവിച്ചോ, അത് വലിയ പ്രശ്നമായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിനെ പെരുപ്പിക്കാതെ, എന്നാൽ തീരെ ലൈറ്റായിട്ടും എടുക്കാതെ, ഞാനൊരിക്കൽ ആരോടോ ഇങ്ങനെ ഒരു പുള്ളിയുടെ പ്രശ്നം പറഞ്ഞപ്പോഴത്തേന് ഒത്തിരി വിഷമം ഉണ്ടാകാതെ സാരമില്ല എന്നോ മറ്റോ പറഞ്ഞു. അത് പുള്ളിയുടെ പ്രശ്നം നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തില്ലെന്നൊരു കംപ്ലൈന്റ് കൊണ്ടു. പിന്നീട് അതും സൂക്ഷിക്കണം നമ്മൾ. പിന്നെ അങ്ങനെയും പറയാൻ ഒന്നും പറയാൻ പറ്റത്തില്ല. കണ്ടേ മേലെ വരമ്പേ മേലെ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ ചിലപ്പം വന്നുകൊണ്ടിരിക്കും. അപ്പം അതിനെക്കുറിച്ച് വളരെ പ്രാർത്ഥനാപൂർവ്വം സെൻസിറ്റീവായിട്ട് വേണം നമ്മൾ ഇടപെടുവാനായിട്ട്. അപ്പം ഈ പ്രത്യേകിച്ച് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് ചിലപ്പം പിന്നെ ഹസ്ബൻഡിന്റെ ഒരു കൺസേൺ പറയുന്ന സമയത്ത് ഭാര്യ ഇന്ന പോലെ എന്നോട് പെരുമാറി എന്ന് പറയുമ്പോൾ സാരമില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തില്ല, പുള്ളിക്കുണ്ടായ വിഷമം നമ്മൾ പുള്ളിക്കാരത്തിന് ഉപയോഗിച്ച് അതൊന്നും അല്ലെന്നാക്കി തീർത്തു എന്ന് ഒക്കെ ചിന്തിക്കും. അതുകൊണ്ട് വളരെ സെൻസിറ്റീവ് ആയിരിക്കണം നമ്മൾ. അപ്പം അങ്ങനെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഒന്നുകിലും മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ അതിനുള്ളൊരു പരിജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ആ സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും അവർ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള പിന്നെ ബോധ്യത്തോടുകൂടി വേണം നമ്മൾ ഇടപെടാനായിട്ട്. അതുകൊണ്ട് ഈ ഡിസ്ട്രാക്ഷൻസും അതുപോലെ തന്നെ ഇന്ററപ്ഷൻസും ഒക്കെ നമ്മൾ ഒഴിവാക്കണം. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, കൗൺസിൽ ചെയ്യുന്ന സാധാരണ സമയത്ത് നമ്മൾ മൊബൈൽ നമ്മൾ മാറ്റി വെക്കണം. ഇന്ററപ്ഷനാണ്. കാരണം ഒരാൾ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്കൊരു കോൾ വന്ന് നമ്മൾ എടുക്കാൻ പോവോ അല്ലെങ്കിൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുകയോ ചെയ്യുവാണെങ്കിൽ ആ ആൾക്ക് തോന്നും അവർ പറയുന്നത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളൊരു ധാരണ വരും. അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിക്കേഷനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റ് ഡയഗ്രഷൻസ്. ഇപ്പം മൊബൈലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ആ ആളെ നമ്മൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ വേണം ഉണ്ടാകാനായിട്ട്. അപ്പം ആ ലിസണിങ്ങിനകത്ത് വരുന്ന ഒരു കാര്യം തന്നെയാണ് അത്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധാപൂർവം വേണം അത് കൈകാര്യം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ മറ്റാരെങ്കിലും എന്തെങ്കിലും വർത്തമാനം പറയുന്നതിന് ഇടയ്ക്ക് പിള്ളേരെ ശാസിക്കാൻ പോവോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ നമുക്കൊരു അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ ആ ആളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞ് ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ ആ ഡിസോർഡറായിട്ട് ചെയ്യുന്നില്ല, ഇതൊക്കെ വാസ്തവത്തിലൊരു ഡിസ്ട്രാക്ഷനാണ്. കാരണം ഇതെല്ലാം കാണുന്ന സമയത്ത് പിന്നെ നമ്മുടെ മുമ്പിലൊക്കെ ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നയാൾക്ക് നമ്മൾ വലിയ പ്രശ്നമായിട്ട് ഇവിടെ അതിലും വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക എന്ന് ചിന്തിക്കാനുള്ള വരുന്നത്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി ക്വയറ്റ് ആയിരിക്കണം. ഒരു 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 വളരെ എന്താ പിന്നെ വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി എടുക്കത്തക്ക രീതിയിലുള്ള പെരുമാറ്റം, അതുപോലെ അവരെ കേൾക്കത്തക്ക രീതിയിൽ. അപ്പം ഈ ശ്രദ്ധ മാറുന്ന രീതിയിലുള്ള ഒരു കാര്യം പോലും ചെയ്യാൻ പാടില്ല. അപ്പം ചിലപ്പം ചില സാഹചര്യങ്ങളിൽ ഒത്തിരി ഫോർമൽ സിറ്റുവേഷനിൽ ചിലരിക്കത്തില്ല. ഫോർമൽ സിറ്റുവേഷനിൽ ഒരു കൗൺസിലിംഗ് ഓഫീസിൽ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചിലപ്പോൾ റെസ്റ്റോറൻറ്റിലായിരിക്കും ചിലപ്പോൾ കാണുന്നത്. ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് ഇച്ചിരി വർത്താനം പറയാം എന്നൊക്കെ. ഡിപ്പെൻസ് അപ്പോൺ ദ സിറ്റുവേഷൻ ആക്ച്വലി. അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ പോയി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നമുക്ക് ചായ കുടിക്കാം എന്ന് പറഞ്ഞ് സംസാരിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഏത് സിറ്റുവേഷനാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം നല്ലൊരു ലൊക്കേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ അതുപോലെ ആ റൂമിൻ്റെ വാസ്തവത്തിലെ ആംബിയൻസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. ഞാൻ സാധാരണ ചിലപ്പം നല്ല വാക്യങ്ങളൊക്കെ ചുറ്റുപാട് എഴുതി കാണും. ഞാൻ എൻ്റെ മുറിയാണെങ്കിൽ കൗൺസിലിംഗ് റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല സീനറി ഉണ്ട് വെളിയിലോട്ട് നോക്കി കഴിഞ്ഞാൽ. അപ്പം പലരും പറയും അവിടെ വന്നിരുന്നാൽ വലിയ ആശ്വാസം അങ്ങോട്ട് നോക്കിയിരിക്കുന്നതെന്ന് അങ്ങനെ പറയും. അങ്ങനെയുള്ള നല്ല ആംബിയൻസ് ഒക്കെ നമുക്കുണ്ടെങ്കിൽ നല്ല പിക്ചറുകളൊക്കെ വെക്കുക, അല്ലെങ്കിൽ റൂമൊക്കെ നല്ലതായിട്ട് അറേഞ്ച് ചെയ്തൊക്കെ ടൈഡി ആയിട്ടൊക്കെ വെക്കുന്നതൊക്കെ വളരെ പിന്നെ നമ്മുടെ റൂമിൻ്റെ ആംബിയൻസ് ശരിയാക്കാനായിട്ട് ഒത്തിരി നല്ലതായിരിക്കും അത്. അപ്പം ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യം, നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മനസ്സ് വേണം.
അത് ഞാൻ പറഞ്ഞ എല്ലാവർക്കും ആ കോളിംഗ് ഇല്ല കൗൺസിലറായിട്ട്. കേൾക്കാനുള്ള മനസ്സ് വേണം, അവരെ ശ്രദ്ധിക്കാനുള്ള മനസ്സ് വേണം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള ഒരു വലിയ താല്പര്യം വേണം. യേശു കർത്താവിന്റെ മിനിസ്ട്രിക്കകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു, ഒരു കാര്യം ഇതായിരുന്നു, വാട്ട് ഷാൽ ഐ ഡു ഫോർ യു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം. അതൊരു കമ്മിറ്റ്മെന്റാ വാസ്തവത്തിൽ. മറ്റുള്ളവരെ സഹായിക്കാൻ സ്വാർത്ഥൊന്നും ഇല്ലാതെ അവരെ ഹെൽപ്പ് ചെയ്യാനും അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ കരകയറ്റണം എന്നുള്ള ഒരു ചിന്ത അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കൗൺസിലിംഗിന്റെ മിനിസ്ട്രിയിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ശുശ്രൂഷയിലോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അത് എല്ലാ പാസ്റ്ററൽ ശുശ്രൂഷകളിലും അങ്ങനെ തന്നെയാണ്. കർത്താവിന്റെ യഥാർത്ഥ ഡിസൈപ്പിൾ ആകണമെങ്കിൽ നമുക്ക് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കാനും ചിന്തിക്കാനും അങ്ങനെ ഒരു ചിന്ത നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അറിവും നമ്മുടെ നേട്ടവും നമ്മുടെ മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വി കനോട്ട് ലീവ് ഔട്ട് അവർ ലൈഫ് ആസ് ക്രൈസ്റ്റ് ഡിഡ്. ആക്ച്വലി യേശു കർത്താവ് ചെയ്ത പോലെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പം അതുകൊണ്ട് കൗൺസിലിങ്ങിനകത്ത് വേണ്ട ഒരു കാര്യം നമ്മളിപ്പോ തന്നെ ഒന്ന് ചിന്തിക്കണം, വാസ്തവത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഹൃദയം ഉണ്ടോ, മറ്റുള്ളവരെ കേൾക്കാനും മറ്റുള്ളവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാനും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുമുള്ള ആ ലിസണിങ് ആ ഒരു കഴിവ് നമുക്കുണ്ടോ? അത് നല്ലൊരു കൗൺസിലർക്കുള്ള ഒരു വലിയ ഗുണവിശേഷമാണ് അത്. അപ്പം അങ്ങനെ അതുപോലെ തന്നെ 2-3 കാര്യങ്ങള് പിന്നെ കൗൺസിലിങ്ങിനകത്ത് കൗൺസിലർക്ക് വേണ്ട ഗുണങ്ങൾ, അത്യാവശ്യമായിട്ട് വേണ്ട ഗുണങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ വാംത്ത് എന്നുള്ളതാണ്. അതെന്താണെന്ന് നമുക്ക് പറയാം. വാംത്ത്, ജെനുവിൻനെസ്, എംപതി, ഇത് 3 ഒരു ക്രിസ്ത്യൻ കൗൺസിലറിൽ അവശ്യം വേണ്ട ഗുണങ്ങളാണ്. വാംത്ത്, നമ്പർ 1 വാംത്ത്, 2 ജെനുവിൻനെസ്, 3 എംപതി. അപ്പൊ ആദ്യത്തെ എടുക്കാം നമുക്ക് വാംത്ത്. വാംത്ത് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? അതിനകത്ത് ഒരു മറ്റുള്ളവരെ കരുതലുണ്ട്, കെയറിങ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള റെസ്പെക്റ്റ് അതിനകത്തുണ്ട്, ബഹുമാനം. അപ്പം അതുപോലെ തന്നെ ഒരു സിൻസിയറിറ്റി, ഒരു നിഷ്കളങ്കത അതിനകത്തുണ്ട്. അപ്പം നമ്മുടെ അടുത്ത് വരുന്ന ഒരു കൗൺസിലിയർ, നമ്മുടെ അടുത്ത് വരുന്ന ക്ലയന്റ് അല്ലെങ്കിൽ കൗൺസിലിംഗ്, അവരോടുള്ള പെരുമാറ്റത്തിൽ നമുക്ക് അവരോടുള്ള ഒരു കരുതൽ വേണം, അവരോടുള്ള ഒരു ബഹുമാനം വേണം. അതുപോലെ ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു ഹാർട്ട് നമുക്ക് വളരെ ആവശ്യമാണ്. പലപ്പോഴും ഈ പ്രശ്നമുള്ളവര് വരുന്ന സമയത്ത് നമ്മളൊരു ഹയർ ലെവലിലാണ്, അവരെല്ലാം പ്രശ്നക്കാരാണ്, നമ്മുടെ അടുത്ത് പരിഹാരത്തിന് വന്നിരിക്കും, നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാകുകയാണെങ്കിൽ നമുക്ക് അവരോടുള്ള റെസ്പെക്റ്റും ബഹുമാനവും ഒക്കെ, റെസ്പെക്റ്റും അവരോടുള്ള കെയറിങ് നേച്ചറും ഒക്കെ ചിലപ്പോൾ നഷ്ടപ്പെടും. നമ്മൾ വലിയ അറിവുകാരനെ പോലെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് അത് നിന്റെ പ്രാർത്ഥനയുടെ കുറവാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സൈക്കോളജിക്കൽ പ്രശ്നമുണ്ട്, അതിനകത്ത് നിന്റെ മൈൽ സ്റ്റോണിനകത്ത് പ്രോബ്ലം ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്. ആക്ച്വലി നമ്മുടെ അറിവ് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയമായിട്ടുള്ള നമ്മുടെ ആത്മീയ പക്വത അല്ലെങ്കിൽ നമ്മുടെ ആത്മീയത അവരെ അവരെ കാണിച്ചുകൊണ്ട് അവരെ ഒന്നും അല്ല എന്നുള്ള രീതിയിൽ പെരുമാറാനും മനോഭാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് അതിന്റെ 43-ാം അധ്യായത്തിനകത്ത് 2-ാം വാക്യം, 2-ാം വാക്യത്തിന്റെ ബി പാർട്ട്, ഒരു സെക്കൻഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, 4-ാം വാക്യത്തിന്റെ അവസാനത്തെ ഒന്ന് വായിക്കാമോ? ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. അതിന്റെ അടുത്ത വാക്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്തു. ആദ്യം തുടങ്ങുന്ന നീ 43-ന്റെ ആദ്യം തുടങ്ങുന്ന നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി. സ്റ്റാർട്ടിങ്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കാൻ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു.
അതിന് വേറൊരു ട്രാൻസ്ലേഷനകത്ത് പറയുന്നത്, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട്. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ഈ വാക്യം എൻ്റെ ജീവിതത്തിൽ എന്നെ വളരെ ടച്ച് ചെയ്തൊരു വാക്യമാണ്. കാരണം ജീവിതത്തിന്റെ പ്രയാസങ്ങളിലൂടെ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്, ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളിലൂടെ ഒരിക്കൽ ഞാനിങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഒരു ഭിത്തിയേല്, ഒരു സ്കൂളിന്റെ ഭിത്തിയേൽ എഴുതി വെച്ചിരുന്നൊരു വാക്യമായിരുന്നു. അന്ന് ഞാൻ അതെൻ്റെ മനസ്സിൽ കുറിച്ചിട്ട് പിന്നീട് അത് ഞാൻ ആ വാക്യം തന്നെ വേറൊരാളെ കൊണ്ട് എഴുതിച്ച് ഞാൻ എൻ്റെ ഭിത്തിയെ തൂക്കി വെച്ചിട്ടുണ്ട്. ആ വാക്യം, നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാന്യനും വിലപ്പെട്ടവനുമാണ്. ഞാൻ ഇത് ദൈവത്തിന്റെ മക്കളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ വാസ്തവത്തിൽ ഒരാൾക്കൊരു ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, ആ ആള് നമ്മളെ ഹെൽപ്പ് എടുത്ത് ജീവിക്കുന്ന ആളാണ് എന്നുള്ളൊരു മനോഭാവം വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ചിന്തിച്ചു നോക്കണം കാര്യം. യാതൊരു പാപവും ഇല്ലാത്ത ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് പറയുന്നത്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, ബഹുമാന്യനാണ്, ഐ റെസ്പെക്ട് യു. അല്ലാതെ ചുമ്മാ അനുഗ്രഹങ്ങളൊക്കെ മേടിച്ച് ഞാൻ പറയുന്നത് കേട്ട് ചില രാജാക്കന്മാരും ഭൃത്യന്മാരോട് ഇടപെടുന്ന പോലെ ഇതെല്ലാം മേടിച്ച് അങ്ങനെ ജീവിച്ചു എന്ന് പറയുന്ന ഒരു സംഗതിയല്ല. നമ്മുടെ വ്യക്തിത്വത്തിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ആരോടാണെങ്കിലുള്ള പെരുമാറ്റത്തിൽ റെസ്പെക്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ബന്ധത്തിന്റെ ഊഷ്മളത കുറയും. നമ്മളിപ്പോൾ ഒരു പാസ്റ്റർ ആണെങ്കിലും ഒരു ടീച്ചർ ആണെങ്കിലും നമ്മളൊരു കൗൺസിലർ ആണെങ്കിൽ പോലും നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാരെ റെസ്പെക്റ്റോടുകൂടി കാണാനുള്ളൊരു മനോഭാവം നമുക്ക് ആവശ്യമുണ്ട്. അവരെ ബഹുമാനിക്കുന്നിടത്ത് അവരെ കണ്ടം ചെയ്യാതെ അവരുടെ ബഹുമാനത്തോടുകൂടി മാത്രമേ സംസാരിക്കാവൂ. പലപ്പോഴും അതിനകത്ത് ഏറ്റവും വലിയ ക്ലാസിക്കൽ എക്സാമ്പിൾ ഞാൻ മനസ്സിലാക്കുന്ന യേശു കർത്താവ് ശമരിയക്കാരത്തി സ്ത്രീയായിട്ടുള്ള തന്റെ സംഭാഷണമാണ്. ശമരിയക്കാരത്തിയായിട്ട് സ്ത്രീയായിട്ട് നമ്മൾ കർത്താവ് സംസാരിക്കുമ്പോൾ വാസ്തവത്തില് കർത്താവിന് അംഗീകരിക്കാൻ പറ്റിയാത്ത ചില സ്വഭാവങ്ങൾ ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു ശരിക്കും. അപ്പം ഹെർ മോറൽസ് ആർ വെരി ലോ. സാൻമാർഗികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വളരെ താഴ്ന്നതായിരുന്നു ആ സ്ത്രീയുടെ. അതുപോലെ തന്നെ അങ്ങനെ യേശു കർത്താവിനെ പോലുള്ള ഒരാൾക്ക് ഒരു ഹൈ മോറൽ കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരാള്, അല്ലെങ്കിൽ കർത്താവ് മോറൽസിനെ കുറിച്ചൊക്കെ പറയുമ്പം, മൊറാലിറ്റിയെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ എന്നാ സാൻമാർഗിക സദാചാര ചിന്തകൾ കർത്താവിന്റെ പരീശന്മാരെ കഴിഞ്ഞും കവിയുന്നതായിരുന്നു. കർത്താവ് പറഞ്ഞു തന്നെ, നിങ്ങൾ പാപത്തോടുകൂടി പാപത്തിന്റെ കണ്ണുകളാൽ ഒരാളെ നോക്കുന്നത് തന്നെ ആളോട് വ്യഭിചാരം ചെയ്തു പോയെന്നാണ് പറഞ്ഞത്. അപ്പം അതിന്റെ ഇന്റൻസിറ്റി കർത്താവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൈയാ. അങ്ങനെയുള്ള ഒരു കർത്താവാണ് ഈ ശമരിയക്കാരത്തി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ആദ്യം തൊട്ടുള്ള സംഭാഷണം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ റെസ്പെക്റ്റോടുകൂടിയാണ് സംസാരിച്ചത്. ആൻഡ് ഓൾസോ തന്റെ റെസ്പോൺസ് ഒക്കെ വളരെ ഗ്രേസ്ഫുൾ ആയി, കൃപയോടുകൂടി ഇടപെട്ടത്. അപ്പൊ ബഹുമാനവും കൃപയോടുകൂടി സംസാരിക്കുന്ന കർത്താവിനെ നമ്മൾ അവിടെ കാണുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭാഷണത്തിൽ തന്നെ കർത്താവ് ചോദിക്കുന്നുണ്ട്, നിനക്ക് നീ പോയി നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അപ്പൊ ആ സ്ത്രീ പറയുന്ന മറുപടി എന്താ പറയുന്നത്? എനിക്ക് ഭർത്താവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭർത്താവില്ലെന്ന് പറയുമ്പോഴത്തേന് കർത്താവ് എന്താ പറയുന്നത്? നീ പറഞ്ഞത് ശരി, അങ്ങനെയാ പറഞ്ഞത്. പിന്നെയാ പറഞ്ഞത് നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴൊരാളെ നിന്റെ ഭർത്താവല്ല. നമ്മളാണെങ്കിലോ നീ പറഞ്ഞത് ശരി എന്നുള്ള ഭാഗം നമ്മൾ പറയത്തില്ല. നമുക്ക് ഈ ആളെ കുറിച്ച് നന്നായിട്ട് അറിയാമെങ്കിൽ, പൊന്നു മോളെ ഇതൊന്നും എൻ്റെ അടുത്ത് വേണ്ട, എനിക്കിതൊക്കെ അറിയാം, പിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ആള് ശരിയല്ലെന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ മനസ്സിൽ പോലും ഒരു വെറുപ്പോടുകൂടി ഇവള് കള്ളം മാത്രമേ പറയത്തുള്ളൂ, ഇവരുടെ വർത്താനം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്ന് ചിന്തിക്കും. പക്ഷെ വളരെ ശ്രദ്ധയോടുകൂടി കർത്താവ് അത് കേട്ട് ശ്രദ്ധയോടുകൂടി മറുപടി പറഞ്ഞെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഭർത്താവില്ല എന്ന് ആ സ്ത്രീ പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയായിരുന്നു. അതാ ശരിയാണെന്ന് പറഞ്ഞേ, നീ പറഞ്ഞത് ശരിയാ. നിനക്കെന്നാ അതിന്റെ വേറെ കാര്യങ്ങളുണ്ട്, നീ പറഞ്ഞ അർത്ഥസത്യമാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു പറഞ്ഞാൽ 5 പേരെ ലീഗലായിട്ട് കല്യാണം കഴിച്ചു എന്ന് നമ്മൾ വേണം മനസ്സിലാക്കാനായിട്ട്. ഭർത്താവ് എന്ന് പേര് കൊടുത്തെങ്കിലേ
എന്നാൽ അത് കഴിഞ്ഞ് ഈ 5 പേരും ഒരുപക്ഷെ മരിച്ചുപോയി കാണുമായിരിക്കും. അത് കഴിഞ്ഞ് 6ാമതൊരാൾ എന്നാ കെട്ടിക്കഴിഞ്ഞാൽ ഇതൊരു ദുശകരം, എന്നാൽ കെട്ടാതെ തന്നെ കൂടുതൽ ജീവിച്ചേക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഉള്ളവരോ നിന്റെ ഭർത്താവല്ലെന്ന് പറയും. ഇതാ സിറ്റുവേഷൻ അവിടുത്തെ. അപ്പം 6ാമത്തെ ആള് ഭർത്താവല്ല. അപ്പൊ ഇപ്പൊ എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞത് ശരിയാ. അപ്പൊ ഞാൻ പറഞ്ഞത് വളരെ കൗൺസിലിങ്ങിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്പെക്കുലേഷൻസ്, നമ്മൾ ഒരാളെ കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കുറിച്ച് നമ്മുടെ ധാരണകൾ, ആ ധാരണകളെ വെച്ച് പെരുമാറുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ അവിടെ റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ടാകും. ഈ ഒരു സ്ത്രീ വളരെ നമുക്കറിയാം, ആ സ്ത്രീയെ അവിടെ കർത്താവ് കാണാൻ വരുന്ന സമയത്ത് പിന്നെ വെള്ളം ചോദിക്കുക. എനിക്ക് വളരെ അൺയൂഷ്വൽ ടൈം ആകും. നട്ടുച്ച സമയം, ഏകദേശം 12 മണി നേരമായി. ആ സമയത്ത് സാധാരണ ആൾക്കാരൊക്കെ രാവിലെ വന്ന് വെള്ളം കോരാൻ വരും, വെള്ളം പിടിച്ചുകൊണ്ടൊക്കെ പോകും. ഇത് ഉച്ചയ്ക്ക് വന്നു. ആരും കാണാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആരുടെയും ശല്യം ഉണ്ടാതിരിക്കാൻ വേണ്ടി ആയിരിക്കും ഉച്ചയ്ക്ക് കയറി വരുന്നത്. ഇപ്പൊ കയറി വന്ന സമയത്ത് പിന്നെ ചോദിക്കുകയാണ്, എനിക്ക് കുടിക്കാൻ വല്ലതുള്ളൂ. അപ്പം ഒരു എക്സ്പ്ലനേഷൻ അവിടെ പറയുന്നുണ്ട്. എന്താ, നീ യഹൂദനായിരിക്കെ ശമര്യാക്കാരത്തിയായ എന്നോട് വെള്ളം ചോദിക്കുന്നത് എന്ത്? വളരെ ലോജിക്കലാ കാര്യം. കാരണം എന്താ വെച്ചാൽ യഹൂദന്മാർക്കും ശമരിയക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. ഈ ശമരിയക്കാർ എന്ന് പറഞ്ഞാൽ ആരാ? ഹാഫ് ജ്യൂസ് അവര്. എന്നാൽ പകുതി യഹൂദന്മാർ ജാതികൾ ആയിട്ട് ഇടകലർന്നുണ്ടായതാണ് ശമരിയക്കാരെന്ന് പറയുന്നത്. അവരുടെ സമൂഹത്തിൽ അവരെ മറ്റൊരു രീതിയിലാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്, താഴ്ന്ന രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. അവരുമായി ഒരു സമ്പർക്കവും ഇല്ല, കല്യാണവും കഴിക്കത്തില്ല, വെള്ളവും പോലും മേടിച്ച് കുടിക്കത്തില്ല. അവരെ താഴ്ന്ന രീതിയിൽ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ത്രീക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. നീ യഹൂദനായിരിക്കേ. അപ്പൊ കർത്താവിനെ ആദ്യമേ ആ സ്ത്രീ കാണുന്നത് തന്നെ ഒരു യഹൂദനായിട്ടാ. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റ് അവിടുത്തെ. പിന്നെ നീ എന്നോട് എങ്ങനെയാ കുടിക്കാൻ ചോദിക്കുന്നത്? അതിന്റെ മറുപടി കർത്താവ് പറയുന്നത്, ഞാൻ ആരാണെന്നും നിന്നോട് ചോദിക്കുന്ന ഇന്നയാണെന്നും അറിയുന്നെങ്കിൽ നീ എന്നോട് ചോദിക്കുകയും ഞാൻ നിനക്ക് ജീവന്റെ ജലം തരികയും ചെയ്യുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ താൻ തന്റെ ദൈവത്വത്തിൽ നിന്നുള്ള തന്റെ വെളിപാട് പറയുന്ന സമയത്ത് അത് മനസ്സിലാക്കാതെ പിന്നെ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ആ വെള്ളം എനിക്ക് ഞാനിവിടെ വരേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയാം. അപ്പം വളരെ കർത്താവിന്റെ പറഞ്ഞ ആഴങ്ങളിലൊന്നും കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, തനിക്ക് ഉള്ള അറിവ് ഭയങ്കരമായിട്ടൊക്കെ കാണിക്കുന്ന ഒരാള്. നിങ്ങൾ യഹൂദന്മാർ ആ മലയിൽ മത്സരിക്കുന്നു, ആ മലയിൽ നമസ്കരിക്കുന്നു, ഞങ്ങള് ഇവിടെയാ നമസ്കരിക്കുന്നത്. ഗനാസരീം എന്ന് പറയുന്ന മലയിലായിരുന്നു ഈ പിന്നെ ശമരിയക്കാരൻ നമസ്കരിച്ചുകൊണ്ടിരുന്നത്. ഇവര് എരുസലേമിലായിരുന്നു. അപ്പൊ ആ മലയിലും അല്ല ഈ മലയിലും അല്ല. പിന്നെ അത് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വലിയ ഡിസ്കഷനാണ് നടക്കുന്നത്. അപ്പൊ ആ ഡിസ്കഷൻ പൂർണ്ണ സമയം നിങ്ങൾ അത് മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് മുഴുവൻ മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരിക്കൽ പോലും കർത്താവ് ഈ സ്ത്രീയെ താത്തിക്കെട്ടി സംസാരിക്കുന്നില്ല. ആ സ്ത്രീ പറയുന്നത് കേട്ട് അതിന് വളരെ ബഹുമാനത്തോടുകൂടിയാണ് മറുപടി പറയുന്നത്. നീ എന്നെ വേദം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു, നിനക്ക് ഇത് വല്ലതും അറിയാവോ? അല്ലെങ്കിൽ ആ രീതി വല്ലതും ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് പകരം വളരെ ശാന്തമായിട്ട് ആ സ്ത്രീയോട് ഇടപെടുക. ആ സ്ത്രീ പറയുന്നത് കേട്ട് കൗൺസിലിങ്ങിന്റെ ഒരു വലിയ ക്ലാസിക്കൽ എക്സാമ്പിളാണ്. നീ പറഞ്ഞത് ശരി. അപ്പോൾ ഇത് ഓരോ സ്റ്റെപ്പ് കഴിയും തോറും, ആദ്യമേ ഒരു യഹൂദനായിട്ട് കണ്ടു, 2-3 പ്രാവശ്യം വർത്താനം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരൻ ഇത് സാധാരണക്കാരനൊന്നുമല്ല, യജമാനെ എന്ന് വിളിക്കാൻ തുടങ്ങി, അല്ലേ? അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേന് പ്രവാചകൻ എന്ന് പറയാൻ തുടങ്ങി. അവസാനം മെസ്സിയെ മനസ്സിലാക്കുക. അതിന് പ്രോഗ്രസീവ് റെവലേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പം കർത്താവിനോട് കൂടുതൽ സംസാരിക്കും തോറും ആ സ്ത്രീക്ക് കർത്താവിനോടുള്ള ബഹുമാനം കൂടി വരുമായിരുന്നു. പലപ്പോഴും നമ്മുടെ പെരുമാറ്റവും രീതികളും നമ്മുടെ നിലവാരവും ഒക്കെ കാരണം നമ്മളോട് ആദ്യമേ വളരെ ഇമ്പ്രസീവായിട്ട് സംസാരിക്കാൻ പറ്റും. അതേസമയത്ത് 1 മണിക്കൂർ 2 മണിക്കൂർ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മളെക്കുറിച്ച് ഉള്ള നല്ല അഭിപ്രായം പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. നമ്മളെ കൂടുതൽ അറിയും തോറും നമ്മളെ കുറിച്ചുള്ള ബഹുമാനം ആൾക്കാർക്ക് കുറയുവാണോ, അതോ കൂടുതൽ അറിയും തോറും ബഹുമാനം കൂടി വരുവാണോ നമ്മൾ ചിന്തിക്കണം. ദാറ്റ്സ് വാട്ട് എക്സാക്ട്ലി ഒരു കൗൺസിലറിന്റെ ഒരു റോൾ എന്ന് പറയുന്നത്. ദ മോഡൽ ഓഫ് കൗൺസിലിംഗ്, കർത്താവ് ഈ സ്ത്രീയെ കൺഫ്രണ്ട് ചെയ്തത്
രീതികളാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത്. നെവർ എവർ കണ്ടം ദാറ്റ് പേഴ്സൺ. ആൻഡ് he always, dealt with her with respect and responded with grace. വളരെ ബഹുമാനത്തോടുകൂടി ആ സ്ത്രീയെ കാണുകയും, അത് തന്നെയല്ലേ യഹൂദന്മാർ സ്ത്രീകളെ വളരെ മോശമായിട്ട് കണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നത്. സ്ത്രീയായിട്ട് ജനിക്കുന്നത് ശാപത്തിന്റെ ഫലമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലാണ് കർത്താവ് വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് ഈ സ്ത്രീയെ ചേർത്ത് പിടിക്കുന്നത്. അന്യജാതി എന്ന് പറയുന്നു, സമ്പർക്കമില്ലെന്ന് പറയുന്നു. ആളോട് വെള്ളം ചോദിച്ചതിന് ശേഷം നിത്യജീവന്റെ ഓർമ്മയെക്കുറിച്ചും താൻ ആരാണെന്നുള്ള കാര്യം വളരെ ശാന്തമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുക. നിന്നോട് സംസാരിക്കുക. ഏറ്റവും അതിനകത്ത് ടച്ച് ചെയ്തൊരു ഭാവം എന്ന് പറയുന്നത് കർത്താവ് ആ സ്ത്രീയോട് പറയുകയാണ്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശീഹ. നമ്മൾ നമ്മുടെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് എവിടാ? നമുക്ക് തുല്യതയുള്ളിടത്താം അല്ലേ? നമ്മുടെ വീട്ടിൽ സർവൻസ് ആയിട്ട് വരുന്നവരോട് നമ്മൾ ഒരു പരിധി വിട്ട് കഴിഞ്ഞ് സംസാരിക്കും. എക്സെപ്ഷണൽ കേസസ് കാണുമായിരിക്കാം, പക്ഷെ കൂടുതലും നമ്മൾ തുല്യ ലെവലിലുള്ളിടത്ത് നമ്മൾ സംസാരിക്കുന്നു. ഇവിടെ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായിട്ട് യേശു കർത്താവ് ഈ സ്ത്രീയോട് പറയുകയാണ്, മോളെ ഞാൻ തന്നെയാണ് മശീഹ. ആ സ്ത്രീക്ക് പിന്നെ ഒന്നും കേൾക്കണ്ടായിരുന്നു. പിന്നെ he became the first evangelist. എല്ലായിടത്തും ചുറ്റിയാണ് ഞാൻ മശീഹയെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അനേകം പേര് കർത്താവിൽ വിശ്വസിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അവിടെ വലിയൊരു ശുശ്രൂഷ നടന്നു. അപ്പൊ നമ്മുടെ പെരുമാറ്റവും അതിന്റെ രീതികളും, വാംതം എന്ന് പറഞ്ഞാൽ അതാ ഉദ്ദേശിക്കുന്നത്. റെസ്പെക്റ്റും അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുകയും ഗ്രേസ്ഫുൾ ആയിട്ട് സംസാരിക്കുകയും, അതുപോലെ തന്നെ ഒരു കെയറിങ് എഫക്റ്റ്. കണ്ടം ചെയ്യാതെ കെയർ ചെയ്യുക. ആർ യു കണ്ടമിങ് അതേഴ്സ് ഓർ കെയറിങ് അതേഴ്സ്? ഇറ്റ്സ് വെരി ഈസി ടു കണ്ടം അതേഴ്സ്. മറ്റുള്ളവരെ നമുക്ക് മോശമാക്കാൻ, ബ്ലെയിം ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. പക്ഷേ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു കെയറിങ് എന്ന് പറയാൻ ദാറ്റ് ഈസ് ഓൾവേസ് വെരി പോസിറ്റീവ് ആക്ച്വലി. അപ്പൊ നമ്മളെ ഇങ്ങനെ ഒരു സ്വഭാവം നമ്മൾക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്വന്തം രീതികൾക്ക് തന്നെ വ്യത്യാസം വരും. ദിസ് ഈസ് വാട്ട് യു ആർ കോൾഡ് ഫോർ. നിങ്ങളെ ഇതിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കൗൺസിലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡൽ കർത്താവ് തന്നെയാണ്. നമ്മൾ സെക്യുലർ കൗൺസിലോട്ട് പോകുമ്പോഴത്തേനും പല കാര്യങ്ങളും റെസ്പെക്ട് അത് ഈ പ്രിൻസിപ്പിളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ശരിയായിട്ടുള്ള എക്സാമ്പിൾസ് ഒരു മനുഷ്യൻ്റെ എടുക്കാനില്ല. നമ്മളൊക്കെ നല്ല എക്സാമ്പിൾസ് ഉണ്ട്. ജീവിതം ട്രാൻസ്ഫോം ചെയ്ത് രൂപാന്തരപ്പെട്ട എക്സാമ്പിൾസ് ഉണ്ട്. അതിലൊന്നായത് ഈ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. അപ്പൊ വാംതം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ശാന്തമായിട്ട്. ഡു യു ഹാവ് ദാറ്റ് വാംത് ആക്ച്വലി നമ്മുടെ ജീവിതത്തിലുണ്ടോ? അങ്ങനെ ഒരു വാംത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണം? ഇല്ലെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കർത്താവ് എനിക്ക് വാംത് ഇല്ലെന്നുള്ള കാര്യം സമ്മതിക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തില് ഇല്ലാത്ത പല കാര്യങ്ങളും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. ഞാൻ അത്യാവശ്യം നല്ല കൗൺസിലറാണ്, ഞാൻ നല്ലൊരു വായിക്കുക, ഐ ഹാവ് ഗുഡ് ലാംഗ്വേജ്, എനിക്ക് അതിനുള്ള ഒരു കഴിവുണ്ട്. കോൺഫിഡൻസ് നല്ലതാണ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം യു ഷുഡ് ബി റിയലിസ്റ്റിക് ആയിട്ട്. ശരിക്കും അങ്ങനെ ഉണ്ടോ? ഞാനിപ്പം കുറെ വർഷങ്ങളായിട്ട് കൗൺസിൽ ചെയ്യുന്ന കാരണം ഇപ്പോഴും ചിലപ്പോൾ വിചാരിക്കും, കർത്താവ് എനിക്ക് ഇന്നൊരു കുഴപ്പമുണ്ടായിരുന്നു, എനിക്ക് ഇപ്പോഴാണല്ലോ അത് മനസ്സിലാവുന്നത്. ഇനി ഞാൻ ചിലപ്പം പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ട് പലപ്പോഴും. അപ്പം ആ ഒരു ഓപ്പൺനെസ് നമ്മളോട് വേണം നമുക്ക് എപ്പോഴും. വാംത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. വാംത്ത് ഒരു ക്രിസ്ത്യൻ കൗൺസിലർക്ക് ആവശ്യമുള്ള കാര്യമാണെന്ന് അറിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഇതാ ഉണ്ടോ? അതോ നമ്മൾ മറ്റുള്ളവരെ ക്രിട്ടിക്കലായിട്ടാണോ കാണുന്നത്? അതോ മറ്റുള്ളവരുടെ ആത്മീയതയെ കുറിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മാർക്കിടുന്ന സ്വഭാവം നമുക്കുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയിലൂടെയും പ്രവചനത്തിലൂടെയും എല്ലാം മറ്റുള്ളവരെ താത്തി കെട്ടാനും അവരുടെ കുഴപ്പം കണ്ടുപിടിക്കാനും നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കൗൺസിലർ ആകാൻ പറ്റത്തില്ല. കഴിഞ്ഞൊരു ഡിസ്കഷൻ ഞാൻ ഒരിക്കൽ കേട്ടു.
ചില സഭകളിൽ അവര് അവരെ ആ സഭകളിലൊക്കെ പോകുന്ന മെയിൻ ലൈൻ ചർച്ചസ് വിട്ട് പോകുന്നതിന്റെ കാരണം അവരുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടുകൊണ്ടാണ്, അവരുടെ ജീവിതത്തിലെ നിരാശകൾ വന്നുകൊണ്ടാണ്. അല്ലാത്തവർക്ക് ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ ചോദിച്ചു, വാസ്തവത്തിൽ രോഗികൾക്കല്ലേ വൈദ്യനെ കൊണ്ട് ആവശ്യം? ചർച്ച് എന്ന് പറയുന്നത് തന്നെ ചർച്ചീസ് എവിടെ വായിച്ച ഞങ്ങൾക്ക് ഓർക്കുന്നുണ്ട്, ചർച്ച് ഈസ് എ ഹോസ്പിറ്റൽ ഫോർ സിന്നേഴ്സ് എന്ന, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ ഹോട്ടൽ ഫോർ ദ സെയിൻസ്. അവിടെ വിശ്വാസികളെല്ലാം കൂടെ വന്ന് എപ്പോഴും പൊറോട്ടയും ഇറച്ചിയൊക്കെ മേടിച്ച് കഴിച്ച് കപ്പ കഴിച്ച് ബിരിയാണിയും കഴിച്ച് കൂട്ടായ്മയും കൂടി പോവുക എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ ചേർച്ചിന്റെ പർപ്പസ് ഏറ്റവും വലിയ കാര്യം നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് അത് ഇറക്കി വെക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ചർച്ച എന്ന് പറയുന്നത്. അവിടെ ഒരു വലിയ ഹീലിംഗ് മിനിസ്ട്രിയാണ് നടക്കേണ്ടിയിരുന്നത്. നമ്മുടെ ഭാരങ്ങള്, നമ്മുടെ കർത്താവ് എപ്പോഴും പറഞ്ഞൊരു കാര്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആശ്വാസവും സ്വസ്ഥതയും ഇത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമുക്കത് കൊടുക്കാനായിട്ട് പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കണം. കൗൺസിലേഴ്സ് ഞാനെപ്പോഴും ചിന്തിക്കും, കർത്താവിന്റെ ജനനത്തിങ്കൽ സ്വർഗീയ മാലാഖമാർ പാടിയ ആദ്യത്തെ പാട്ടിങ്ങനെ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനവും. അല്ലാതെ നിങ്ങൾക്ക് കർത്താവ് അത്യുന്നതങ്ങളിൽ അല്ലെ പിന്നെ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും വർദ്ധിക്കും, നിങ്ങൾക്ക് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും, കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണോ പറഞ്ഞേ? ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം എന്നതാ? സമാധാനം. അപ്പൊ നമുക്കറിയാം, സാമ്പത്തികതയുള്ളവർക്കും സൗന്ദര്യമുള്ളവരും ഒക്കെ അവരുടെ ജീവിതയാത്രയില് സമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നമുക്കറിയാം. ഇന്നത്തെ ലോകം എടുത്തു കഴിഞ്ഞാൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, BP കൂടിക്കൊണ്ടിരിക്കുന്നു, വറീഡാണ്. നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെ, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പിന്നെ കുരികിലിനേക്കാൾ എത്ര ശ്രേഷ്ഠതയുള്ളവരാണ്, നിങ്ങൾ വയലിലെ താമരയേക്കാൾ ശ്രേഷ്ഠതയുള്ളവരല്ലേ, ആകാശത്തിലെ പറമേക്കാൾ ശ്രേഷ്ഠതയുള്ളവരല്ലേ, നിങ്ങളുടെ കാര്യം ദൈവം നോക്കുന്നില്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ വറീഡാവുന്നത്, എന്തിന് ചിന്താകുലപ്പെടുന്നു, ഇതൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മൾ ഇതെല്ലാം പറഞ്ഞാലും അവനവന്റെ കാര്യം നോക്കിയില്ലേ ശരിയാകുകയില്ല എന്ന് അവസാനം ചിന്തിക്കും. ദൈവവചനത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത, വിശ്വാസം ശരിയായിട്ട് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ക്രിസ്ത്യൻ കൗൺസിലറായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ സ്വന്തം ജീവിതത്തിലും ദൈവത്തോടുള്ള ആശ്രയം, വിശ്വാസം ഒക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാലും നമ്മുടെ ആ ശുശ്രൂഷയുടെ എഫക്റ്റീവ്നെസ് വരുത്തും, ചെയ്യാൻ പറ്റും ഇല്ലെന്നല്ല. അതുകൊണ്ട് മനുഷ്യന്റെ സ്വഭാവം ഇതാണ്, മനുഷ്യന്റെ നേച്ചർ ഇതാണ്, മനുഷ്യന്റെ ബയോളജിക്കൽ കൺസ്ട്രക്ഷൻ ഇങ്ങനെയാണ്, മെന്റലി ഇങ്ങനെയാണ് മനുഷ്യര്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരാളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ആ ആളെ എങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് ദൈവത്തിലോട്ട് അടുക്കാൻ പറ്റും, ആ ജീവിതത്തിന് ആ ആളുടെ ജീവിതത്തിലെ കൺഫ്യൂഷൻ എങ്ങനെ മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് വാംത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കെയറിങ് അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരെ ബഹുമാനം വേണം. അപ്പൊ അതിനകത്തൊരു സിൻസിയറിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞ വാക്യം യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലെ വാക്യത്തിനകത്ത് നമ്മളെ കർത്താവ് ബഹുമാനിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ വിലയേറിയതാന്ന് പറയുന്നുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് തരുന്നത് നമുക്ക്, ഏറ്റവും ഇഷ്ടം കർത്താവിൻ്റെയാ. പക്ഷെ എന്നാൽ പോലും റെസ്പെക്ടിങ് നമ്മൾ ബഹുമാന്യരാണ്, നമ്മൾ വിലയേറിയവരാണ് അല്ലേ, അതുപോലെ തന്നെ നമ്മൾ വളരെ പ്രിയങ്കരാണ്. ഇത് മൂന്നും അല്ലേ പെർഫെക്ഷൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനകത്ത്. നമ്മളെ വില കൽപ്പിക്കുന്നില്ലെങ്കിൽ ആ ബന്ധത്തിന് വലിയ അർത്ഥം വരത്തില്ല. ബഹുമാനിക്കുന്നില്ലെങ്കിൽ അതുപോലെ പ്രിയങ്കരാണ് എന്ന് പറയുന്നത് നമ്മൾ അതിനകത്തൊരു സിൻസിയറിറ്റി ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ആളാണ് എന്ന് പറയുന്നതിനകത്തൊരു സിൻസിയറിറ്റി ഉണ്ട്. വിലയേറിയ ഒരാളാണ്, ഈസ് വെരി ഇത് മൂന്നും, ഈ ടേം മൂന്നും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാ വാംത്ത് എന്ന് പറയുന്നത്. കർത്താവിന്റെ ജീവിതത്തില് ഈ സ്ത്രീയെ വലിയ പാപിയാണെങ്കിലും വളരെ പ്രിയപ്പെട്ടവളായിട്ടാണ് ആ സ്ത്രീയോട് ഇടപെട്ടത്. ആ സ്ത്രീക്ക് അതിന് വില കൊടുത്തു, വിലയേറിയവളാണ്. സോ ഡിസ്റെസ്പെക്ട് ചെയ്തില്ല.
ബഹുമാനം കൊടുത്തു. വിലയേറിയതുകൊണ്ട് നഷ്ടപ്പെട്ടു പോവാതെ ആ തന്റെ തെറ്റായിട്ടുള്ള വഴികളിൽ തന്നെ തിരിച്ചു കൊണ്ടുവരത്തക്ക രീതിയിൽ കർത്താവ് വളരെ കൃപയോടുകൂടി ഇടപെട്ടത്. ഈ വിലയേറിയതാണ്, നീ നശിച്ചു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കൃപ വ്യാപരിച്ചത് അവിടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിനകത്ത് ഇത് വളരെ അത്യാവശ്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ജെനുവിനിറ്റി എന്ന് പറയുന്നതാണ്. ഒരു ജെനുവിനിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു നമ്മള് യാഥാർത്ഥ്യബോധമുള്ളവരായിരിക്കും. റിയലിറ്റി, അതായത് ഷോ ഓഫ് ആയിരിക്കരുത്, അഭിനയമായിരിക്കരുതൊന്നും. ഒരു മനുഷ്യന്റെ ആ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ അതേപടി മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ആവശ്യമാണ്. പലപ്പോഴും ചിലര് ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര എപ്പോഴും വിശുദ്ധിയെ കുറിച്ച് അവർ പറയത്തുള്ളൂ. വിശുദ്ധിയെ കുറിച്ച് പിന്നെ അവരെന്താ പറയും, ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് 21 ദിവസമായിട്ട് ഉപവാസമായിരുന്നു, ക്ഷീണമാ അതിന്റെ. ഇപ്പൊ നമ്മൾ തന്നെ വിചാരിക്കണ്ടേ, ഈ പുള്ളി ഭയങ്കര ആത്മീയനെ, 21 ദിവസം ഉപവസിച്ചു. നമ്മളൊക്കെ ഒന്നും എൻ്റെ പറഞ്ഞ ഒരു ദിവസം പോലും ഉപവസിക്കുന്നില്ല. അല്ലെ നമ്മുടെ വേദപുസ്തക ജ്ഞാനം, അല്ലെ നമ്മളുടെ കൃപാവരങ്ങള്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ അഹന്തയോടുകൂടി നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. ദൈവം തന്നിട്ടുണ്ടെങ്കിൽ താഴ്മയോടെ അതിന് ശുശ്രൂഷ ചെയ്യണം. ഇവിടെ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് നമ്മൾ ഭാവിക്കാൻ പാടില്ല. ജെനുവിൻ ആയിരിക്കണം, ഓപ്പൺ ആയിരിക്കണം. അപ്പൊ നമുക്കൊരു കാര്യം അറിയാൻ മേലെന്നുണ്ടെങ്കിൽ അറിയാൻ മേലെന്ന് സമ്മതിക്കണം. അറിയാൻ മേലാത്ത കാര്യം അറിയാമെന്ന് ഭാവിക്കരുത് ഒരിക്കലും. ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത് ഇനിയാണെന്ന് അതിനെക്കുറിച്ച് ഒന്നുകൂടി ആലോചിച്ചിട്ട് പറയാം, എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് ഒരു ആൻസർ പറയാൻ പറ്റുന്നില്ല എന്ന് പറയണം. ഇപ്പൊ ഞാൻ ആൻസർ പറഞ്ഞില്ലെങ്കിൽ അത് മോശമാണെന്ന് വിചാരിച്ചു ഉള്ളത് ആവശ്യമില്ലാത്ത എല്ലാം കൂടെ കയറി പറയാൻ പോകരുത്. അപ്പം ആ ഓപ്പൺനെസ്സും ആ ജെനുവിനിറ്റിയും നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സുപ്പീരിയർ ആണ്, എനിക്കെല്ലാം അറിയാം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകാൻ പാടില്ല. എന്നെപ്പോലെ തന്നെ ഒരു മനുഷ്യനായിരിക്കുന്നത്, എന്നെ കഴിഞ്ഞും ചില കാര്യങ്ങളിൽ ആ ആളിന് അറിവുണ്ട്. പക്ഷെ ആ ആൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്ന സമയത്താണ് എൻ്റെ അടുത്ത് വരാൻ, എൻ്റെ സഹായത്തിന് വേണ്ടി വന്നത്. അതിന് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ആ ആളോട് സുപ്പീരിയർ ആണെന്ന് വിചാരിക്കാൻ ഇടവരുത്. അതിനകത്തൊരു ഓണസ്റ്റി ആവശ്യമാണ്. അതായത് ഈ രണ്ട് കാര്യമാണ് അതിനകത്ത്. ഈ ചിലരുടെ സാൻമാർഗിക ചിന്തകൾ വളരെ താഴ്ന്ന രീതിയിലുള്ളതായിരിക്കാം. അപ്പം നമ്മുടെ ജീവിതത്തില് ഈ ജെനുവിൻനെസ് എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആയിട്ട്, അതായത് ഈ സാധാരണ ഈ വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള, നാച്ചുറൽ ആയിട്ടുള്ള, യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ള നമ്മുടെ പെരുമാറ്റത്തിനാണ് അങ്ങനെ പറയുന്നത്. അവിടെ ഈ യാഥാർത്ഥ്യബോധം ഉള്ളവരായിരിക്കണം, എന്നാല് എടുത്തിയാട്ടം പാടില്ല. സ്പോണ്ടേനിറ്റി വിതൗട്ട് ഇമ്പൾസീവ്നെസ് എന്ന് പറയുന്നത്. ഇമ്പൾസീവ് എന്ന് പറഞ്ഞാൽ എടുത്തിയാടി ഒരു കാര്യം ചെയ്യുക. ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാല്, പത്രോസ് അതിന് വലിയ ഉദാഹരണമാണ്. ഇമ്പൾസീവ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചാടിക്കുക, അതിന്റെ പ്രായോഗിക വശം നോക്കത്തില്ല. യേശു കർത്താവ് കടലിന് അടുക്കുക നടക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഉടനെ അവൻ എനിക്ക് നടക്കണമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞ് പോരാൻ പറഞ്ഞു, നടന്നു. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴത്തേനും പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, പുള്ളി നടന്നു. പക്ഷെ അത് കഴിഞ്ഞ് പുള്ളിക്ക് പെട്ടെന്ന് പറഞ്ഞ പോലെ ഞാൻ കടലിന് വീട്ടിൽ കൂടെയാണ് നടക്കുന്നത്, അങ്ങനെ ആർക്കും നടക്കാൻ പറ്റുകയല്ലോ. ചുറ്റുപാട് നോക്കിയപ്പോഴത്തേന് പുള്ളി താന്നു പോകാൻ തുടങ്ങി. ഇത് വലിയൊരു ആത്മീയ പാഠം അതിനകത്തുണ്ട്. ഇത് വെരി ഇമ്പൾസീവ്. ഈ പെട്ടെന്ന് ചാടിക്കേറി ഓരോന്ന് ചെയ്യുന്നതിന് ഇമ്പൾസീവ്നെസ് എന്ന് പറയുന്നത്. ജെനുവിൻനെസ് വിതൗട്ട് സ്പോണ്ടേനിയസ് ആയിരിക്കണം, എന്നാൽ ഇമ്പൾസീവ് ആയിരിക്കരുത്. അതിനൊരു പക്വത നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ വളരെ ഓണസ്റ്റ് ആയിരിക്കണം. എന്നാല് ഒരു ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള കൺഫ്രണ്ടേഷൻ ഒഴിവാക്കണം. ഉദാഹരണം ഞാൻ പറയാം. നമ്മൾക്ക് ഒരാളോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേന് ചിലർ സംസാരിക്കുന്ന കൗൺസിലിങ്ങിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവര്
വരുന്നത്, ഇപ്പൊ ഭാര്യയും ഭർത്താവും കൂടെ വരുവാണെങ്കിൽ ഭർത്താവിന് നേരിട്ട് പറയാൻ പറ്റില്ലാത്ത കാര്യം കൗൺസിലർ വഴി ഭാര്യയോട് പറയുക, അതാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ അവര് നമ്മളോട് ഇതെല്ലാം പറഞ്ഞില്ല, അവളോട് ഇതെല്ലാം പറഞ്ഞു എൻ്റെ ഇതാ. കാരണം അവർക്ക് നേരിട്ട് പറയാൻ കേൾക്കത്തില്ല. അതിന് പകരം നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക, നമ്മളെ അവരുടെ ഒരു മൗത്ത് പീസായിട്ട് ഉപയോഗിക്കുക. ഇത് നമുക്ക് അറിയാമെങ്കിൽ ഇത് അല്ലാതെ നമ്മൾ പറയുന്ന രണ്ടുപേരും കേൾക്കാനുള്ള മനസ്സ് വേണം അവർക്ക്, എന്നാലേ കൗൺസിലിംഗ് വന്നിട്ട് പ്രയോജനമുള്ളൂ. അതിന് പകരം അവരവർക്ക് പറയാനുള്ളത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയാണെങ്കിൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും. നിങ്ങൾ വേണേൽ നിങ്ങളുടെ കാര്യം നേരിട്ട് പറയണമെങ്കിൽ വീട്ടിൽ പോയിരുന്ന് പറഞ്ഞോണം, ഇവിടെ ഞാൻ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ വന്നേച്ചാൽ മതി, വേണമെന്ന് അങ്ങനെ പറയാം നമുക്ക് വേണമെങ്കിൽ. പക്ഷേ അതാ ഞാൻ പറയുന്നത്, ഈ ഓണസ്റ്റ് ആയിട്ട് പറയണത് ശരിയാ. പക്ഷേ ഈ ഓണസ്റ്റി വിതൗട്ട് ഇൻസെൻസിറ്റീവ് കൺഫ്രണ്ടേഷൻ. പക്ഷെ ഈ സാഹചര്യം മനസ്സിലാക്കി വളരെ സെൻസിറ്റീവായിട്ട് നമ്മൾ കൺഫ്രണ്ടേഷൻ ഒഴിവാക്കി, അത് ശരിയാണ്, അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ എൻ്റെ ഒരു സജഷൻ ഞാൻ പറഞ്ഞോട്ടെ, രണ്ടുപേർക്കും പ്രയോജനം വരുന്ന രീതിയിൽ അതാ നല്ലതെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റും. അതൊരാർട്ടാ ശരിക്കും. യു വിൽ കം അക്രോസ് ഓൾ ദീസ് ടൈപ്പ് ഓഫ് തിങ്സ് ആക്ച്വലി. അപ്പം അങ്ങനെയുള്ള അതിനാണ് വാസ്തവത്തിൽ ജെനുവിൻനെസ് എന്ന് പറയുന്നത്. നമ്മളൊന്നും നമ്മൾ ഷോ ഓഫ് ചെയ്യാതെ നമ്മൾ തന്നെ ആയിരിക്കുക ശരിക്കും. അത് നമ്മുടെ ചിന്തകളിലാണെങ്കിലും നമ്മുടെ വൈകാരികമായിട്ടുള്ള ഭാവങ്ങളിലാണെങ്കിലും നമ്മൾ ചിന്തിക്കുന്നത് തന്നെ നമ്മൾ പറയുന്ന രീതിയായിരിക്കണം. അല്ല, നമ്മൾ ചിന്തിക്കുന്ന വേറൊന്ന്, പറയുന്ന വേറൊന്ന്, പ്രവർത്തിക്കുന്ന വേറൊന്ന്. ഈ യേശു കർത്താവിന്റെ ജീവിതത്തെ കുറിച്ച് പറയുമ്പം ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറയുക. കാരണം താൻ ചിന്തിച്ചതും താൻ പറഞ്ഞതും താൻ പ്രവർത്തിച്ചതും ഒരു കാര്യമായിരുന്നു. കർത്താവിന്റെ മൊഴികള്, തൻ്റെ വാക്കുകള്, തൻ്റെ മിഴികള്, തൻ്റെ നോട്ടം, തൻ്റെ വഴികള് എല്ലാം ഒന്നു തന്നെയായിരുന്നു. മിഴിയും വഴിയും മൊഴിയും ഒന്നായിരിക്കുന്ന കർത്താവ്. അതാ ജെനുവിൻനെസ് എന്നൊക്കെ പറയുന്നതാണ്. നമ്മുടെ ജീവിതത്തില് നമ്മള് ഒരാളോട് സംസാരിച്ചതിന് ശേഷം പിന്നീട് ആ ആളെ കുറിച്ച് തന്നെ നമ്മളൊരു അസസ്മെന്റ് നടത്തി മറ്റുള്ളവരോട് മോശമായിട്ടൊക്കെ പറയുക ശരിയല്ല. ഒരാളെ ബലഹീനത നമ്മളോടൊന്ന് പറയുന്നെങ്കിൽ, എനിക്കറിയാം അങ്ങനെ ഒരു കേസിൽ ഒരു പുരോഹിതനോടാണെന്ന് തോന്നുന്നു, ഒരു സ്ത്രീയെ ഒരു കാര്യം കൺഫസ് ചെയ്തു. അത് മറ്റാരോ അറിഞ്ഞത് പള്ളിയിലെ മറ്റ് ജനങ്ങളിലെല്ലാം ഇടയ്ക്ക് പാട്ടായി. ആൻഡ് ഫൈനലി ദാറ്റ് ലേഡി കമ്മിറ്റഡ് സൂയിസൈഡ്. അപ്പൊ അതുകൊണ്ട് വാംത്ത്, ജെനുവിൻനെസ് നമുക്ക് ഇന്റേണലായിട്ട് വേണ്ടിയ ക്വാളിറ്റിയാ ഇത് കേട്ടോ. ഇത് ഔട്ട്വേർഡായിട്ട് കാണിക്കുന്ന കാര്യമല്ല. വാംത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് കം ഫ്രം യുവർ ഹാർട്ട് ആക്ച്വലി. ജെനുവിൻനെസ് എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യമാണ്. നാളെ തൊട്ട് ഞാൻ ജെനുവിനായിട്ട് കാണിച്ചേക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ജെനുവിനിറ്റി അല്ലത്. ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും പറയും, ലവ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കാണിക്കുന്നതിന് that should become a habit. That become a part of your character actually. നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് മാറണം. സ്നേഹിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമായിട്ട് മാറണം. എത്ര വെറുത്താലും സ്നേഹിക്കാൻ സഹായിക്കണേ കർത്താവേ. നമ്മൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ ആവും കേട്ടോ. ഒത്തിരി പ്രശ്നക്കാരുമായിട്ട് ഇടപെട്ട് കഴിയുമ്പോൾ എല്ലാം പ്രശ്നക്കാരാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളും പ്രശ്നക്കാരായിരുന്നല്ലോ എന്നുള്ള ബോധ്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവരും സ്നേഹിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു മനോഭാവം നല്ല കൗൺസിലിങ്ങിനെ സഹായിക്കുന്നത്. നമ്മൾ വാസ്തവത്തിൽ കൗൺസിലിംഗ് നമ്മൾ കേട്ടിട്ടുള്ള ആരാ? നമ്മൾ ചിലപ്പോൾ കൺവെൻഷൻ മീറ്റിംഗ് കഴിയുമ്പോഴത്തെ എല്ലാവരും പറയും, കൗൺസിലേഴ്സ് നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരോട് പറയാം. നമ്മളറിയാം കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു ആർട്ടും സയൻസും ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇറ്റ്സ് എ ബ്രാഞ്ച് of science actually. It's very seriously you have to deal with that actually.
നമ്മൾ അതിൻ്റെ ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റൂടെ ചേരുമ്പോഴത്തേനാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ വരുന്നത്, അതിൻ്റെ ഒരു ബ്യൂട്ടി വരുന്നത്. ഞാൻ വിചാരിക്കുകയാണ് ഈ വാംത്തും ഈ ജെനുവിനിറ്റിയും ഒക്കെ കർത്താവെ അങ്ങയോട് ചേർന്ന് ജീവിക്കുമ്പോൾ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. അത് നമ്മുടെ കൗൺസിലിങ്ങിൽ വന്നു കഴിയുമ്പോൾ അതിന്റെ എഫക്റ്റ് ഭയങ്കരമായിരിക്കും. അതറിയാതെ തന്നെ വരുന്നൊരു കാര്യം. ഞാൻ പലപ്പോഴും രാവിലെ നടക്കാൻ പോകുന്ന അവിടെ കുറേ ഫ്രണ്ട്സ് വരും, അവിടെ പലരും വരും. പക്ഷെ ഒരു കാര്യം അവിടുത്തെ ഞാൻ പറയാം, അവിടെ വരുന്നവർ ഒട്ടുമുക്കാരുടെയും പേഴ്സണൽ കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷെ എനിക്കറിയാവുന്ന കാര്യം ആർക്കും അറിയാൻ മേല. കാര്യം സമയം കിട്ടുമ്പോഴൊക്കെ ഓരോരുത്തർ എന്നെ വിളിച്ച് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് ബ്രദറെ എന്ന് പറഞ്ഞു ഒന്നുമില്ലാതെ വിളിച്ചു പറയും. അതൊന്നും പ്രൊഫഷണലായിട്ടുള്ള കൗൺസിലിംഗ് ഒന്നുമല്ല, അത് കൗൺസിലിംഗ് എന്നുള്ള ബന്ധത്തിലുമല്ല. വിളിച്ചേച്ച് പറയും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവം തരുന്ന ഒരു വലിയ കൃപയാണ്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തൊട്ട് വളരെ വളരെ ഉന്നതമായിട്ടുള്ള നിലയിൽ നിൽക്കുന്നവർ വരെ ഉണ്ട്. അപ്പൊ അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ ആ ഒരു വൈബ് കിട്ടും. ഒരു ദൈവം തരുന്ന ആ ഒരു സ്പോണ്ടേനിറ്റി, ആ സിൻസിയറിറ്റി അതിൻ്റെ. അത് ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അതുപോലെ മറ്റൊരു ഗുണമാണ് മൂന്നാമത്തേത്, എംപതി എന്ന് പറയും. എംപതി ഈസ് നോട്ട് സിമ്പതി. ആക്ച്വലി സിമ്പതി എന്ന് പറയുന്നത് അതൊരു ഫീലിംഗ് ലെവലിൽ മാത്രമല്ല. അയ്യോ പാവം, ഇതൊരു കഷ്ടമായിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന സിമ്പതി. എംപതി എന്ന് പറയുന്നത് എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ കൗൺസിലി എന്താണ് ചിന്തിക്കുന്നത്, ആ പുള്ളിക്കാരത്തിന് ശരിക്കുള്ള വിഷമം പ്രയാസം എന്തായിരിക്കും ഇപ്പം. ആ ആൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, പക്ഷെ ആളുടെ എന്താ മൂല്യങ്ങൾ എന്തൊക്കെയാണ്, വില കൊടുക്കുന്ന മൂല്യങ്ങൾ എന്തൊക്കെയാണ്, ആൾ എന്തൊക്കെ കാര്യങ്ങളാണ് തന്റെ ബിലീഫ് സിസ്റ്റം എന്താണ്, ആളുടെ എന്തൊക്കെ കാര്യങ്ങളാണ് വിശ്വസിക്കുന്നത്, ആളുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നത് എന്തൊക്കെയാണ്, ആളുടെ വിഷമങ്ങൾ വല്ലതും ഉണ്ടോ. അല്ലെ, ഞാൻ ഈയിടെ ഒരു കാര്യം വായിച്ചു, ഹേർട്ട് പീപ്പിൾ ഹേർട്ട് പീപ്പിൾ ഹേർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷമം മറ്റുള്ളവരാൽ വേദനിക്കപ്പെട്ട ആൾക്കാർ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഹേർട്ട് പീപ്പിൾ. അപ്പം അതിന് പരിഹാരം എന്നാ, ഒരാളെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിൽ, ഒരാളെ നമ്മൾ ഹേർട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ ആ ആൾക്ക് എന്തെങ്കിലും ഹേർട്ട് ഫീലിങ്സ് ചെറുപ്പത്തിൽ ഉണ്ടായി കാണും, അല്ലെ റിജക്ഷൻ ഫീലിംഗ് ഉണ്ടായി കാണും. അത് മനസ്സിൽ കിടപ്പുണ്ട്, അത് വെച്ചാണ് ഈ പെരുമാറുന്നത്. അവിടെ ആ ആളെ ഞാൻ മനസ്സിലാക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി ആ ലെവലിൽ ചിന്തിച്ചു കഴിയുമ്പം നമുക്ക് ദേഷ്യം കുറയും, നമുക്ക് കുറച്ചുകൂടെ എമ്പതി വരും. അയ്യോ പാവം, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അല്ലെ ചെറുപ്പത്തിൽ അപ്പനെയും അമ്മയും ഉപേക്ഷിച്ച കാരണമാണ് ഇങ്ങനെ, സ്നേഹം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് സ്നേഹിക്കാൻ അറിയാനും മേല, അതുകൊണ്ടാണ് ഈ കടമുടായൊക്കെ വർത്താനം പറയുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരന് അത് പറഞ്ഞ് മനസ്സിലാക്കണം. അതുകൊണ്ട് സ്നേഹത്തിലൂടെ ആൾക്ക് രൂപാന്തരം വരുത്താൻ ശ്രമിക്കും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് ആളുടെ ഹൃദയത്തെ തൊടാൻ പറ്റുന്നത് നമുക്ക്. നമ്മൾ തന്നെ ചെയ്യുന്നത്, സാറിന് നമ്മൾ ഔട്ട്സെറ്റിൽ ഒരാളെ കാണുമ്പോൾ തന്നെ ഇത് ശരിയല്ല, അവിടെ എങ്ങനെയാ വർത്താനം പറയുന്നത്, മോഹത്തെ ഒരു ഓട്ടയുണ്ട്, എന്നാണെന്ന് അറിയാൻ പറ്റത്തില്ല, എപ്പോഴും ഒരു ചിരിക്കത്ത് പോലും ഇല്ല. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുമോ? അവരെയൊക്കെ വിട്ട് ഓടിപ്പോണം, അവിടെയൊക്കെ പോയി തലമാറി മൂട്ട് എന്നാ ചാവുമോ എന്നാന്ന് ചെയ്യട്ടെ. എങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ കൗൺസിലറായിട്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൾക്കാരെ കാണും, നമ്മുടെ വീട്ടിൽ തന്നെ കാണും. അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ള. ചില കേസസ് വരുമ്പോഴത്തേന് ചിലപ്പോൾ മെഡിസിൻ ആവശ്യം വരുന്ന കേസ് കാണും, ചില കേസസ് വരുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടി വരുമായിരിക്കാം. പക്ഷെ ഒരു നല്ല കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് എപ്പോഴും ഈസ് എ പാർട്ട് ഓഫ് സൊല്യൂഷൻ ആൻഡ് നോട്ട് എ പാർട്ട് ഓഫ് പ്രോബ്ലം. ഒരു പ്രശ്നത്തിന്റെ ഭാഗമായിരിക്കത്തില്ല, മറിച്ച് പരിഹാരത്തിന്റെ ഭാഗമായിട്ട് തീരണം.
എമ്പതി എന്ന് പറയുന്നത് എപ്പോഴും ഒരു പരിഹാരത്തിലൂടെ നമ്മൾ പോകുന്ന ഒരു അവസ്ഥയാണ്. ആ ആളുടെ ഫീലിംഗ് മനസ്സിലാക്കി, ആ ആളുടെ ജീവിതം എന്നാണെന്ന് മനസ്സിലാക്കി, ചിന്തകൾ മനസ്സിലാക്കി, സാരയില്ല, വളരെ നാച്ചുറലാണ്, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചതിനകത്ത് ഒരു തെറ്റുമില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണം നമുക്ക് എപ്പോഴും മാറി ചിന്തിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നമ്മുടെ നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രയാസങ്ങൾ. ചിലർ എന്നോട് പറയാറുണ്ട് വന്നേച്ചും, സാറേ എനിക്ക് ഭയങ്കര വേദനകളാണ്, ഞാൻ ക്ഷമിക്കുന്നതല്ല, പക്ഷെ എനിക്ക് മറക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയും. ഞാൻ എപ്പോഴും അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, ഈ സ്കാറും വൂണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കറിയാം. നമുക്കൊരു മുറിവുണ്ടായെങ്കിൽ അവിടെ സ്കാർ വരും അല്ലേ, അതിൻ്റെ ഒരു മുറിപ്പാട് കിടക്കും. മുറിപ്പാട് അവിടെ കിടന്നെങ്കിൽ ഒരു വലിയ പിന്നെ മുറിപ്പാട് ഉണ്ടെന്നും പറഞ്ഞ് ആ മുറിപ്പാടിന് നീറ്റലോ വേദനയോ ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആ പാട് ഉടക്കാം, അത് കാണുമ്പോൾ നമ്മളിങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. അതേസമയത്ത് നീറ്റലും വേദനയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഹീലായിട്ടില്ലെന്നുള്ളതാണ്. നമ്മുടെ പഴയ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഹേർട്ട് ഫീലിങ്സ്, റിജക്ഷന്, വിഷമങ്ങള്, പ്രയാസങ്ങളെ കൊണ്ട് ഇന്നും നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട്, ഇന്നും നമ്മുടെ BP കൂടുന്നുണ്ട്, ഇന്നും നമ്മളൊരു വിഷാദത്തിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതുവരെ ഹീലിംഗ് വന്നിട്ടില്ലെന്നുള്ള അതിൻ്റെ അർത്ഥം. എനിക്ക് വളരെ ആത്മീയനായിട്ടുള്ള ഒരാളെ അറിയാം. എന്തുമാത്രം നല്ല ഗുണങ്ങൾ പുള്ളിക്കൊണ്ടെന്നറിയാമോ? വളരെ നല്ല മനുഷ്യനാണ്. പക്ഷെ പുള്ളിക്കൊരു പ്രശ്നം എന്താണെന്നറിയോ? പുള്ളിയുടെ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള മാതാപിതാക്കളിൽ നിന്നുണ്ടായിട്ടുള്ള ചില വിഷമങ്ങൾ പുള്ളിക്ക് അത് കാരണം ഭയങ്കര പ്രതികരണം. ഇപ്പോഴും പുള്ളിയുടെ പെങ്ങള് വരുന്നെന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ നിന്ന് മാറിക്കളയും, സംസാരിക്കുകയില്ല. അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്ത് പുള്ളിയുടെ ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ ഭാര്യയോട് മിണ്ടത്തില്ല. പിന്നെ അതിന്റെ അർത്ഥം ആ ചെറുപ്പത്തിലുണ്ടായ ആത്മീയമായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രാർത്ഥനയുണ്ട്, കൊടുക്കും, ആരുടെ ഹെൽപ്പ് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഹീലിംഗ് വരാത്തിടത്തോളം കാലം നമുക്ക് ഫ്രീഡം ഇല്ല. വേറൊരാളെ എനിക്കറിയാം, 82 വയസ്സുണ്ട്. ഇപ്പോൾ 82 വയസ്സുണ്ട്, നല്ല പ്രാർത്ഥന മനുഷ്യനാണ് പുള്ളി, വെരി പ്രയർഫുൾ പേഴ്സൺ. ദൈവം പുള്ളി അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്, നടത്തുകയും ചെയ്യുന്നുണ്ട്, എല്ലാം ശരിയാ, ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? പുള്ളി ഇപ്പോൾ ഇടയ്ക്ക് ടിറ്റോയെ നിങ്ങളുടെ കാല് കാണിക്കും, എന്നെ കാല് കാണിച്ച് ഈ പാട് കണ്ടോ, എൻ്റെ അപ്പൻ എന്നെ തല്ലിയതാന്ന് പറഞ്ഞ് ഇപ്പോഴും കരയും. ഏതാ 12ാമത്തെ വയസ്സിൽ അപ്പൻ തല്ലിയത്, ന്യായമില്ലാതെ എന്നെ പുളിഞ്ചോട്ടിന്റെ വാതിക്കലിട്ട് എന്നെ അടിച്ചെന്നും പറഞ്ഞ് ഇപ്പോഴും 82ാമത്തെ വയസ്സിലേക്കും പുള്ളി കരയുന്നുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പുള്ളിക്ക് ഇന്നർ ചൈൽഡിൽ പുള്ളിക്ക് ഹീലിംഗ് കിട്ടിയിട്ടില്ല ഇതുവരെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെ അപ്പം നമ്മൾ എന്നാ ചെയ്യണം? ഞാൻ പറഞ്ഞു വരുന്നത് എമ്പതി എന്നുള്ളതിന്റെ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചെയ്തതിന് പുള്ളി ഇങ്ങനെയൊക്കെ പെരുമാറും, ആ പുള്ളി ഇതാണ് പുള്ളിയുടെ ആത്മീയത എന്നൊക്കെ പറയുന്നതിന് പകരം എനിക്കിത് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയും, പുള്ളിക്കാരൻ ഇതുവരെ ഹീലിംഗ് കിട്ടിയിട്ടില്ല. അതിനകത്ത് ആ ഹീലിംഗ് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ആത്മീയ പക്വത വരത്തുള്ളൂ. പലരുടെ ജീവിതങ്ങളിൽ ഇപ്പൊ ചിലപ്പോൾ പാസ്റ്റർ ആയിരിക്കാം, ചിലപ്പം പിന്നെ അല്ലെങ്കിൽ പിന്നെ മറ്റേ ആത്മീയ നല്ല പ്രസംഗങ്ങൾ ചെയ്യുന്നവരായിരിക്കാം, ക്ലാസ് എടുക്കുന്നവരായിരിക്കാം. പക്ഷെ ഇതുപോലെയുള്ള വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലുള്ള ഹീലിംഗ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് അവരുടെ വ്യക്തിത്വത്തിൽ നിഴലിച്ചു വരും എപ്പോഴേലും ഒക്കെ. അപ്പൊ നമ്മുടെ അടുത്തൊരാൾ വരുന്ന സമയത്ത് ആളുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ എക്സ്പെക്ടേഷന് ഒപ്പിച്ചല്ലെന്നുണ്ടെങ്കിൽ ഡോണ്ട് റിജക്ട് ദാറ്റ് പേഴ്സൺ. അല്ലെങ്കിൽ നമ്മൾ വളരെ ഉന്നതമായിട്ട് നിലയിലാണ് പുള്ളിക്ക്, അങ്ങനെ ചിന്തിക്കരുത്. പുള്ളിക്കാരൻ അതിനകത്ത് ഹീലിംഗ് കിട്ടിയിട്ടില്ല, എനിക്ക് ഹീലിംഗ് കിട്ടാത്ത ചില ഏരിയാസൊക്കെ കാണുമായിരിക്കാം. സോ അല്ലെ, നമുക്ക് തമ്മിൽ ഭാരങ്ങളെ വഹിപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തമ്മിൽ ഭാരങ്ങളെ വഹിപ്പീൻ. ഇതിനെല്ലാം നമ്മുടെ വേദപുസ്തകത്തില് അല്ലെങ്കിൽ ക്രിസ്തീയ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഇതിനൊക്കെ ആൻസർ ഉണ്ട് നമുക്ക്. 142ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അവന്റെ സന്നിധിയിൽ പകരാൻ പറയുന്നുണ്ട്. ഒക്കെ ഹീലിംഗാ ഭയങ്കരം. 142ാം സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങളൊക്കെ ഒന്ന് വായിക്കാവോ?
അയക്കാം. ഞാൻ യഹോവയോട് ഉറക്കം നിലവിളിക്കുന്നു. ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. അവന്റെ സന്നിധിയിൽ ഞാൻ എന്റെ സങ്കടം പകരുന്നു. എന്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. നമ്മുടെ എന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു. എന്റെ ആത്മാവ് ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എന്റെ പാതയെ അറിയുന്നു. ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്കൊരു കെണി കളിച്ചു വച്ചിരിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന സങ്കീർത്തനക്കാരനോടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തില് കർത്താവ് അത് കേട്ട് ഹീൽ ചെയ്യുന്ന സമയത്ത് പിന്നീട് നമുക്കതൊരു വേദനയല്ല. എനിക്കറിയാം, എന്നോട് വളരെ വിഷമത്തോടുകൂടി പെരുമാറിയിട്ടുള്ള പലരും ഉണ്ട്. അപ്പം ഞാൻ വളരെ ഭാരപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് എന്നോട് വന്ന് പലരും, ഒരാളെന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അവരുടെ വീടിന് അവിടെ പോയി നിന്ന് പുള്ളി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ ചെയ്യുമായിരുന്നു. അതിലൂടെ നടന്നു പോകുമ്പോഴെല്ലാം അവരെ അനുഗ്രഹിച്ചങ്ങ് പ്രാർത്ഥിക്കും. അവസാനം എനിക്ക് എൻ്റെ ഹൃദയത്തിലെ ഭാരം മുഴുവൻ അങ്ങ് മാറി. എന്നാലും ആ പുള്ളി ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ അതെനിക്ക് ഒരു സ്കാറായിട്ട് അവിടെ കിടപ്പുണ്ട്. അതിന് അല്ലാതെ അതൊരു വൂണ്ടല്ല, അത് ഹീലായി. പക്ഷെ അത് കാണുമ്പോൾ ഒരു സ്കാറുണ്ട്, അത് ഓർക്കും ഞാൻ. ഇതൊക്കെ അത് ദോഷമില്ല, അങ്ങനെ ഓർക്കുന്നൊരു ദോഷമില്ല. അതൊരു സ്കാറാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഇപ്പോൾ ഒരു വൂണ്ടാണോ അതോ സ്കാറാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അത് ഞാനിത് പറയാൻ കാരണം, നമ്മൾ എംപതി എന്ന് പറയുമ്പം മറ്റുള്ളവരോട് നമ്മൾ ഇപ്പോഴും ഹീലാകാത്ത വൂൺസ് ഉള്ളവർ കാണും. ചെറുപ്പത്തിലെ കാര്യങ്ങളിൽ ഇപ്പോഴും വേദന അനുഭവിക്കുന്നവരും അതിനെക്കുറിച്ച് ഓർക്കുകയും സങ്കടപ്പെടുകയും ബന്ധങ്ങളെ പിന്നെ ബാധിക്കുകയും പ്രജുഡിസോടുകൂടി ഇടപെടുക, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അപ്പൊ അവരോടുകൂടി എംപതിയോടുകൂടി ഇടപെടണമെന്നാണ് ഞാൻ പറഞ്ഞത്. അവരുടെ പ്രശ്നം ഇതായിരിക്കാം, അവർക്ക് ഹീലിംഗ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അവരെ തലക്കലേണ്ട ആവശ്യമില്ല. ഇപ്പൊ എല്ലാം നമ്മൾ ഈ രീതിയിൽ കാണാൻ ശ്രമിക്കുമ്പോൾ ദാറ്റ്സ് എ പാർട്ട് ഓഫ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ്. മറ്റുള്ളവരെ ശരിയായിട്ടുള്ള രീതിയിൽ പിന്നെ മുൻവിധി ഇല്ലാതെ അവരെ മനസ്സിലാക്കാനുള്ള നമ്മുടെ ശ്രമത്തിന്റെ ഭാഗമാണ്. ഞാൻ പറയുന്നില്ല 100% എല്ലാം മനസ്സിലാവുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സത്യം നമ്മൾ ഈ വാംത്തും ജെനുവിൻനെസ്സും എംപതിയോ ഇത് മൂന്നും നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ശരിയാണെന്ന് അതിന്റെ അർത്ഥം. കൗൺസിൽ ചെയ്യാൻ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലേ നമുക്കൊരു നല്ല കൗൺസിലറായിട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് മൂന്നും മൈൻഡ് സെറ്റാ, മനോഭാവത്തിന്റെ ഒരു ഭാവമാണ്. ദ എബിലിറ്റി ടു ഫീൽ വിത്ത് കൗൺസിലിംഗ്, അതാ ഈ എംപതി എന്ന് പറയുന്നത്. ദ എബിലിറ്റി ടു ഫീൽ വിത്ത് ദ കൗൺസിലിംഗ്. നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വരുന്ന കൗൺസിലിനോട് അവരുടെ വികാരങ്ങള് നമുക്ക് അവരോടൊപ്പം ഫീൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ. നമുക്കറിയാം, മാർത്തയും ലാസർ മരിച്ച സമയത്ത് അവിടെ എഴുതിയിരിക്കുന്ന യേശു കർത്താവ് കണ്ണുനീർ വാർത്തു. യേശു അവരുടെ കൂട്ടത്തിൽ ഫീൽ ചെയ്ത് കർത്താവിന്. ഹി വെപ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിൻ എന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ ഫീലിംഗ് മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ ഫീലിംഗ് നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഗുഡ് ഫോർ നത്തിങ് എന്ന്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു ഉദാഹരണം അതാ, ഈ മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ യേശു കർത്താവ് ചെന്നു. അവിടെ മാർത്ത അടുക്കളയിൽ പോയി കുക്കിങ്ങും കർത്താവിനെ സ്വീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഷീ ഡിഡ് എ ഗുഡ് വർക്ക്. ഒരു അതിഥി വന്നിട്ടുണ്ട്, നന്നായിട്ട് ആതിഥ്യ മര്യാദകൾ പാലിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. മറിയ എന്താ ഓർത്തു? മറിയ യേശുവിൻ്റെ കാൽപാദത്തിലിരുന്ന് കേട്ടോണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോഴത്തേന് മാർത്ത അങ്ങ് വേർഡപ്പായി. പണിയൊന്നും തീരുന്നുമില്ല, എല്ലാം അങ്ങനെ കിടക്കുക. അനേകം ജോലികൾ കുഴങ്ങിയിട്ടെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിനിടയ്ക്ക് ഒരുപാട് ചപ്പാത്തി ഉണ്ടാക്കാൻ പോയി. ഇന്നത്തെ ഭാഷ പറയാൻ ചപ്പാത്തി മുട്ടയുണ്ട്. ആ കൂട്ടത്തിൽ പിന്നെ ഇച്ചിരി ചോറ് വെച്ചു. ചോറ് വെച്ചപ്പോഴത്തേന് എന്നാൽ പിന്നെ ഒരു പുളിശ്ശേരിയും കൂടെ വെക്കാം, പിന്നെ ഒരു ചമ്മന്തിയും കൂടെ അരച്ചേക്കാം. ഇങ്ങനെയൊക്കെ വിചാരിച്ച് ഓരോ നല്ല രീതിയിൽ കൊടുക്കാൻ വേണ്ടി ഇതെല്ലാം ചെയ്തത്. പക്ഷെ ഇതെങ്ങും എത്തുന്നില്ല.
അതാ വന്നപ്പോഴത്തേന് നോക്കിയപ്പോഴത്തേന് മറിയ അവിടെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഉടനെ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, എന്നെ തനിയെ വിട്ടേച്ച് ഇവളിങ്ങനെ വന്ന് നിന്റെ അടുത്തിരുന്ന് വർത്താനം പറയുന്നത് എനിക്ക് യാതൊരു വിചാരവും ഇല്ലെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഒട്ടും സെൻസിറ്റീവ് അല്ലാതെ കർത്താവ് പെരുമാറിയെന്നാ പറഞ്ഞത്. കർത്താവ് എവിടെ പോവുക? യെരുശലേമിലേക്ക് ക്രൂശിക്കപ്പെടാൻ പോവുക. ഇനി ഇടയ്ക്ക് ഈ സ്നേഹമുള്ള ഈ രണ്ട് പേരുടെ അടുത്തും ഇവരുടെ അടുത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ആശ്വസിക്കാൻ വന്നതാ. അവിടെ പട പേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോ പന്തളം കൊളുത്തി പടയെന്ന് പറഞ്ഞ പോലെ ഇവിടെ അതിലും വലിയ പ്രശ്നം നടക്കുക അന്നേരം. ആ സമയത്ത് കർത്താവ് എന്താ പറഞ്ഞേ? അവിടെയും കർത്താവ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാതെ കർത്താവ് പറയുകയാണ്. എന്താ പറഞ്ഞു? മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിഷമിച്ചുകൊണ്ടിരിക്കുന്നു, വിചാരപ്പെട്ടുമിരിക്കുന്നു. അല്ലെ? അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്നാ? അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി എന്ന് പറഞ്ഞാല് എന്തോ? ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വിലപിക്കണ്ട. അങ്ങനെ ഒരു അർത്ഥമുണ്ട്. പക്ഷെ അവിടുത്തെ കോണ്ടെക്സ്റ്റിൽ എനിക്ക് മനസ്സിലാകുന്നത് അല്പമേ വേണ്ടു. ഒരു ചപ്പാത്തി ഒരു കറിയും മതിയായിരുന്നല്ലോ. എന്തിനാ ഇത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പോയോ? ഒന്നും മതിയില്ലായിരുന്നോ? ഒരു ഡിഷ് പോരാഞ്ഞോ? ഒത്തിരി ഡിഷ് ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടല്ല നീ ജോലിയൊന്നും തീരാതെ വിഷമിക്കേണ്ടി വന്നത്. ഒരു ഫസി ഓർഗനൈസർ ആയിപ്പോയി അവിടെ മാർത്ത. അപ്പം അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. ഒന്ന് മതിയല്ലോ, എന്തിനാ അധികം ഉണ്ടാക്കാൻ പോയേ? അവിടുത്തെ കോണ്ടെക്സ്റ്റ് ഭക്ഷണമോ? മറിയ നല്ല അംശം അതിപ്പോഴാ സാറേ മനസ്സിലായത് ആ പോയിന്റ്. അപ്പൊ പറയാണ് മറിയ നല്ല അംശം എന്ന് പറഞ്ഞാൽ മാർത്ത ചെയ്തത് തെറ്റാന്ന് പറയുന്നില്ല അവിടെ. മറിയ കർത്താവിന്റെ വചനം കേൾക്കാനും പഠിക്കാനും സമയം കൂടുതൽ എടുത്തത് അവിടെ ജീവിതത്തിൽ ആരും എടുക്കത്തില്ല. അവരുടെ ജീവിതത്തിന് രൂപാന്തരത്തിന് കാരണമായി തീരുമെന്ന് പറഞ്ഞു അവിടെ. പലപ്പോഴും നമ്മൾ ഒത്തിരി സോഷ്യൽ വർക്ക് ചെയ്യുകയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുകയും ജോലി ചെയ്യുകയും. ഇപ്പൊ മിനിസ്ട്രി തന്നെയുണ്ട്, ഭയങ്കര മിനിസ്ട്രിയാ, രാവിലെ തൊട്ട് വൈകുന്നേരം മിനിസ്ട്രിയാ. അതേസമയത്ത് ദൈവത്തിന്റെ സന്നിധി ഇരിപ്പാനും വചനം പഠിക്കാനും അതാ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുന്നത്. 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് അവന്റെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ, അവന്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുന്നുണ്ട്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റിനകത്ത് നട്ടിരിക്കുന്നത്, അവിടെയും പറയുന്നുണ്ട് ആറ്റിനകത്ത് നട്ടിരിക്കുന്നതിന്റെയും ഇലവാടാത്ത വൃക്ഷത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു പച്ചപ്പ് നിലനിർത്തണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴത്തിലേക്ക് നമ്മുടെ റൂട്ട്, നമ്മുടെ വേരുകള് താഴേക്ക്. വേരുകൾ എന്ന് പറഞ്ഞാൽ എന്താ? നറിഷ്മെന്റിന്റെ ഒരു സിമ്പലാ വേരുകൾ. ഒരു ചെടിയുടെ വേരെന്ന് പറയുന്നത്. ആ ചെടിയുടെ വേര് അത്രയും സ്ട്രോങ് ആണോ അത്രയും ബലം ഉണ്ടായിരിക്കും. അവിടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വേരാണ് തിരുവചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക എന്നുള്ളത്. അവിടെ മറിയോട് പറഞ്ഞ് നീ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവരിൽ ആരും എടുക്കത്തില്ല. ദൈവത്തിന്റെ കർത്താവിന്റെ കൂടെ സമയം ചെലവഴിക്കുന്നതുമായിട്ട് മറ്റുള്ളതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒത്തിരി സോഷ്യൽ വർക്ക് ചെയ്യുകയും ഒത്തിരി മിനിസ്റ്ററി ചെയ്യുകയും ചെയ്ത് നമ്മളിങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നു, നമ്മൾ ചീത്ത പറയുന്നു, നമ്മൾ നമ്മുടെ ആത്മീയതയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു, നമ്മൾ വളരെ അപക്വമായിട്ട് പെരുമാറുന്നു. അവസാനം ഇതൊന്നും വേണം, ഞാൻ ഈ വേലയെല്ലാം ചെയ്തിട്ട് ഇതൊക്കെയാണോ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിന്റെ രഹസ്യം എന്നാണെന്നറിയോ? അവിടെ എനിക്കും മനസ്സിലായത് ഈ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തുന്നതിന്റെ വാക്യത്തിന്റെ അർത്ഥം ഇതാ. നമുക്ക് അത് അവരിൽ നാളും എടുക്കത്തില്ല. നമ്മൾ വാസ്തവത്തിൽ ദൈവത്തിന്റെ വചനം പഠിക്കുകയും ധ്യാനിക്കുകയും ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുകയും ചെയ്താൽ നമ്മുടെ രൂപാന്തരത്തിന് കാരണമായി തീരും. മറിയ ചെയ്തത് നല്ല കാര്യം. മാർത്ത ഇല്ലാതെ മറിയയ്ക്ക് അവിടെ പോയി ഇരിക്കാൻ ഒക്കത്തില്ല. ഒരാളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വല്ലതും കൊടുക്കട്ടെ. അതിന് മാർത്തയോട് ചെറിയ ഉപദേശം പറഞ്ഞു, ഒന്ന് മതി, നീ എന്തിനാ ആദ്യം എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ വേണ്ടി പോയെ? അവസാനം അതിഥിയോട് അവസാനം എതിർത്ത് വിവരമില്ലെന്നൊക്കെ പറഞ്ഞു. എനിക്ക് യാതൊരു വിചാരവുമില്ല, വിചാരമില്ലാതെ പ്രവർത്തിക്കുന്ന ആളാ കർത്താവെന്ന് വിവരമില്ലാത്ത മാർത്ത പറയുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാ. അപ്പൊ എമ്പതി എന്ന് പറയുന്ന കർത്താവ് ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം മാർത്ത ഞാൻ ഒന്നാമതെ ഒരു സമാധാനം, ഞാൻ യെരൂശലേമിൽ എന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്യുമ്പോ അല്പസമയം നിങ്ങളുടെ അടുത്തൊന്ന് നിന്ന് സംസാരിച്ച്
ഒന്ന് ആശ്വസിക്കാൻ വന്നാ ഞാൻ. അതിന്റെ ഇടയ്ക്ക് നിന്റെ ഈ കംപ്ലൈന്റുമായിട്ട് വന്ന് എന്റെ തല പറപ്പിക്കല്ലേ, ഞാൻ പോവാ, നീ തന്നെ കൊണ്ടാക്കി നീ കഴിച്ചോ എന്ന് പറഞ്ഞോ ഭർത്താവ്? പറഞ്ഞില്ല. പിന്നെ എന്നാ പറഞ്ഞേ? പേര് വിളിച്ചു, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും കലങ്ങിയൊക്കെ ഇരിക്കുന്നു, അല്പമേ വേണം, അല്ല ഒന്ന് മതി. ഇത് പറഞ്ഞപ്പോ തന്നെ മാർത്തയ്ക്ക് രൂപാന്തരം ഉണ്ടായി. പിന്നീട് ലാസർ മരിച്ചപ്പോൾ കർത്താവ് വരുന്ന സമയത്ത് കർത്താവിനെ എതിരേൽക്കാൻ ചെല്ലുന്ന ആരാന്നറിയോ? മാർത്തയാ. യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും ഒക്കെ ആധികാരികമായിട്ട് സംസാരിക്കുന്നത് മാർത്തയാ. മാർത്തയോട് കർത്താവിന്റെ ആ ഡീലിങ്സ് മാർത്തയുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പക്വമായിട്ട് ഒരാളുമായിട്ട് നമ്മുടെ ഫീലിംഗ്, ഇഫ് യു ഫീൽ ഫോർ അതേഴ്സ്, ആ രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ മാത്രമേ ആളുടെ ജീവിതത്തിന് ഒരു രൂപാന്തരം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പം അത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ആക്ച്വലി. അത് വളരെ ദൈവാശ്രയത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലും നമ്മൾ വളരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. അത് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന കൗൺസിലിംഗ് ടെക്നിക്സ് പഠിക്കുക മാത്രമല്ല, ദൈവവചനത്തും ദൈവത്തോടുള്ള ബന്ധത്തിലും നമ്മൾ വളരുന്ന സമയത്താണ് നമ്മുടെ ഈ എംപതി എന്നൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്. ഇമോഷണൽ മെച്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് വരുന്ന ആ സമയത്താണ്. അത് ടൈം ഈസ് എ ഫാക്ടർ ഫോർ ദാറ്റ്. ഒരു സമയവും അതിൻ്റെ ഒരു ഘടകമാണ്. അല്ല ഇന്ന് ജനിച്ച് ഒരാൾ ശിശു നാളെ തൊട്ട് പിന്നെ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ടേക്സ് ടൈം. നമ്മുടെ ജീവിതത്തില് സമയമെന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യം വേണ്ട ഒരു കാര്യമാണ്. ഏത് കാര്യത്തിലും അങ്ങനെ സമയം കൊടുക്കണം. ദൈവം നമുക്ക് ചിലപ്പോൾ 35, 40, 25, 50, 60 വർഷം തന്നിട്ട് നമ്മൾ ശരിയാകാത്ത എന്തെല്ലാം വിഷയങ്ങൾ കാണും. 60 വർഷമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ജീവിതം ഇന്നും ശരിയായിട്ടില്ല, അയ്യോ എന്നുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കുക. പാട്ട് പാടിക്കാൻ നല്ല കാര്യം തന്നെ. ജീവിതത്തിന്റെ അവസാനം വരെ ആ പാട്ട് പാടണമെന്ന് ഞാൻ പറയുന്നത്. കർത്താവിനെ പോലെ ആയിത്തീരുക എന്ന് പറയുന്ന ഒരു വൺ ടൈം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ വിധിക്കാതെ, അതാ പോയിന്റ് അതിനകത്ത്. എനിക്ക് ആ കൃപയുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് ആ ഒരു ഏരിയയിൽ ദൈവകൃപ പൂർണ്ണമായിട്ട് വന്നിട്ടില്ല, അതിനെല്ലാം സമർപ്പിച്ചിട്ടില്ല. എനിക്ക് വേറെ ഏരിയയിൽ ചില പ്രശ്നങ്ങളുള്ള ആ ആൾക്ക് ഈ ഏരിയയിലും പ്രശ്നമുണ്ട്. ഞങ്ങളെല്ലാം തുല്യര് തന്നെയാ. അവിടെ ഞാൻ ആത്മീയമായിട്ടൊരു ആത്മീയ അഹങ്കാരം നമുക്ക് വരാൻ പാടില്ല ആർക്കും. അതാ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആരെയും വിധിക്കരുത്, ശിക്ഷയ്ക്ക് വിധിക്കരുത്. പിന്നെ അതിന്റെ അർത്ഥം വേറെ ആളെ പ്രശ്നം മനസ്സിലാക്കരുതെന്നായിട്ട്. ഒരു കാര്യം ഡയഗ്നൈസ് ചെയ്യുന്നതും ഒരാളെ കുറിച്ചൊരു വിധി പറയുന്നതും വ്യത്യാസം. വിധി പറയാന്ന് പറഞ്ഞാൽ നീ ഒരു കാലത്തും നന്നാകുകയല്ല, അതൊരു വിധിയാ. നീ നരകത്തിൽ പോവും, നീ നശിച്ചു പോവും എന്നൊക്കെ പറഞ്ഞ വിധിയാ. അങ്ങനെ പറയരുത് ആരെക്കുറിച്ച്. നിനക്ക് ഇന്ന ചില പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ, അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞതിനകത്ത് കുഴപ്പമില്ല, അത് വിധിയല്ല. ആബ്സല്യൂട്ടായിട്ട് നമ്മൾ പറയുന്ന പല സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. നീ ഒരു കാലത്തും നന്നാകാൻ പോകുന്നില്ല, നിന്റെ സന്തതി മുടിഞ്ഞു പോയി ലോകത്തിൽ നിന്ന് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ശാപത്തിന്റെ വാക്കുകളും അനുഗ്രഹത്തിന്റെ വാക്കുകളും ഒരേ വായിൽ നിന്ന് പുറപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എംപതി എന്ന് പറയുന്നത് അത് ഒത്തിരി പഠിക്കേണ്ട ഒരു കാര്യമാണ്. എംപതി നമുക്ക് ഏറ്റവും ഒരുത്തൽ നമുക്ക് വേറൊരാള് ചെയ്യണം എന്ത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ മറ്റുള്ളവർക്കും അത് തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരിടത്ത് ചെല്ലുമ്പോൾ നമ്മളെ മൈൻഡ് ചെയ്യണം, സ്വീകരിക്കണം, നമ്മൾ ആഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ വേറൊരാൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ അവരെ മൈൻഡ് ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യണമെന്നായി പറയുന്നത്. നമുക്കെല്ലാം വേണം, വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റിയെന്ന് പറയുന്നതിനകത്താണ് പ്രശ്നം വരുന്നത്. പല വീട്ടിലും അങ്ങനെയല്ലേ, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങളെല്ലാം നടത്തണം, അവർക്ക് റെസ്പെക്ട് വേണം, ബഹുമാനം വേണം, അവരോട് സൂക്ഷിച്ച് സംസാരിക്കാത്ത, അവർക്ക് തിരിച്ചെന്ത് വേണമല്ലോ ആവാം, അങ്ങനെ. അപ്പം ഫീൽ ഫോർ അതേഴ്സ്, അതാ എംപതി എന്ന് പറയുന്നത്. അപ്പം ഈ എംപതറ്റിക് ഫീലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹീലിംഗ് ആണ്. അത് തന്നെ വലിയൊരു ഹീലിംഗ് ആണ്.
നമ്മുടെ ഈ അപ്പൊ ഇതിലൊക്കെ ഇതല്ലാതെ വേറൊരു വലിയൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സ്നേഹം എന്ന് പറയുന്ന സംഗതി. യേശു കർത്താവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു വലിയ കാര്യമാണ് ഹി ലവ് ദ ക്രൗഡ്. എന്തിനാണ് പുരുഷാരം കർത്താവിനെ ഒത്തിരി പിൻഗമിച്ചത്? അതിന്റെ ഒരു കാര്യം, കർത്താവ് പുരുഷാരത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നു. നമുക്ക് മനുഷ്യരോടുള്ള ശരിയായിട്ടൊരു സ്നേഹം ഉണ്ടോ? സ്നേഹം എന്ന് പറയുന്നതിന്റെ വാക്കിന്റെ അർത്ഥം സ്നേഹത്തിന് തന്നെ പല വാക്കുകൾ ഗ്രീക്കിലുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ത്യാഗസമ്പൂർണമായിട്ടുള്ള സ്നേഹം എന്നതിന്റെ അർത്ഥം. ഈ പണ്ടൊരു സൈക്യാട്രിസ്റ്റ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ ഇതായിരുന്നു, ഹെഡിങ് ലവ് ഈസ് നോട്ട് ഇനഫ്. അങ്ങനെ, ലവ് ഈസ് നോട്ട് ഇനഫ്. അപ്പം ഒരു കുട്ടിയെ വളർത്തുമ്പം ഡിസിപ്ലിൻ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. എന്നാൽ സ്നേഹം കൂടാതെ ഡിസിപ്ലിൻ ചെയ്യണം. ലവ് ഈസ് നോട്ട് ഇനഫ് എന്നാണ് പറഞ്ഞത്. സ്നേഹം കൂടാതെ ഗൈഡൻസ് നമ്മൾ കൊടുക്കണം, മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സ്നേഹം തന്നെ പോരാ. അപ്പം കൗൺസിലിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന 3 കാര്യങ്ങൾ മാത്രമല്ല, സ്നേഹം അതിനകത്തുണ്ട്. സ്നേഹം, പിള്ളേരുടെ കാര്യം എടുക്കുമ്പോൾ സ്നേഹം മാത്രം പോരാ, ഡിസിപ്ലിൻ വേണം. പിന്നെ അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾ ഗൈഡൻസ് കൊടുക്കണം. എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പം കൗൺസിലിംഗ് നമ്മൾ എടുക്കുന്ന സമയത്ത് വാംത്ത്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പിന്നെ ജെനുവിൻനെസ്, അതുപോലെ എംപതി, ഇത് 3നെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആസ് എ കൗൺസിലർ നമുക്ക് ഇതൊക്കെ ഉണ്ടോ? സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉണ്ടെന്ന് നമുക്ക് തോന്നാം. അതുകൊണ്ടല്ലേ ഞാനിതൊക്കെ പഠിക്കാൻ വന്നത്, എനിക്കിതൊക്കെ ഉണ്ട് എന്ന് ചിന്തിക്കാം. പക്ഷെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ നല്ല അനാലിസിസ്, വേറൊരാൾ നമ്മളെക്കുറിച്ച് എന്താ പറയുന്നത് എന്നുള്ള കാര്യം ചിന്തിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. വിവാഹം കഴിച്ചവരാണെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സ് നമ്മളെക്കുറിച്ച് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി അറിയാവണമെന്ന് പറഞ്ഞ പോലെ നമ്മളെ ശരിയായിട്ടുള്ള നേച്ചർ അല്ലേ, അങ്ങനെയുണ്ട്. അപ്പൊ നമ്മുടെ പാർട്ട്ണർ എന്തെങ്കിലും നമ്മളെക്കുറിച്ച് കുഴപ്പം പറയുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൺസ്ട്രക്റ്റീവായിട്ട് ചിന്തിക്കുക. അതെങ്ങനെ പറയാൻ കാരണം തന്നെ, അങ്ങനെ വല്ലതും ഉണ്ടോ? ചിലപ്പോൾ എൻ്റെ ചില പെരുമാറ്റം അതുകൊണ്ടായിരിക്കാം, ഒക്കെ ചിന്തിക്കണം. എന്നാലേ നമുക്ക് ഇമ്പ്രൂവ്മെന്റിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അഡ്മിറ്റ് യുവർ പ്രോബ്ലം. ഇഫ് യു ഹാവ് എന്തെങ്കിലും പ്രശ്നം നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം സകലത്തിന് മതിയാവുന്നുള്ള വിശ്വാസം പിന്നെ നമ്മുടെ ഗോളിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സ്വഭാവത്തിന്റെ രൂപീകരണത്തിനൊക്കെ സഹായിക്കും. എപ്പോഴും നമ്മുടെ കൗൺസിലിംഗ് ക്ലാസ്സിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ കൗൺസിൽ ചെയ്യാൻ ട്രെയിൻഡ് ആകുന്നതിനോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് വളരെ യൂസ്ഫുൾ ആയി കൗൺസിലിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കാൻ കൂടുതൽ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് എഫക്റ്റീവായിട്ട് കൗൺസിലിംഗ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ ഒരു കൗൺസിലിംഗ് കോഴ്സ് പഠിക്കുന്നത് ഇറ്റ്സ് നോട്ട് മിയർലി എ അക്കാഡമിക് ഒരു എക്സസൈസ് തന്നെയല്ലത്. റിയലി എഫക്ട്സ് അവർ ലൈഫ് ഓൾസോ. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ഈ മുമ്പോട്ട് ഇനി നമുക്കിനിയും ചെയ്യാനുള്ളത് റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഇന്നെടുത്തത്. ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ടെക്നിക്സ് ഓഫ് കൗൺസിലിംഗ് ആണ്. ഇനി ആക്ച്വൽ കൗൺസിലിങ്ങിനെ കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച തൊട്ട് പ്രവേശിക്കാം.
അതുകൊണ്ട് ഈ ആഴ്ച നമ്മൾ വാസ്തവത്തിൽ ഇന്ന് നമ്മൾ ചിന്തിച്ച ഈ കാര്യങ്ങൾ ശാന്തമായിട്ട് ചിന്തിക്കുക. പിന്നെ നമ്മുടെ ജീവിതം എവിടാണ് നിൽക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, എവിടെയൊക്കെയാണ് ഇമ്പ്രൂവ്മെന്റ് വേണ്ടിയത്, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിനെ പോലെ ആയിത്തീരുവാൻ, കർത്താവ് ഇടപെട്ടതുപോലെ ഇടപെടാൻ, ലിസൺ ചെയ്യാൻ, മറ്റുള്ളവരെ കേൾക്കുവാൻ, അവരെ ബഹുമാനിക്കാൻ, അവരുടെ കൃപയോടുകൂടി സംസാരിപ്പാൻ ഒക്കെ നമുക്ക് ഇടയായിത്തീരും. അത് തന്നെ വലിയ ഹീലിംഗ് ആണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് സാന്ദർഭികമായിട്ട് വരുന്നത് നമുക്ക് പറയാം, സംസാരിക്കാൻ, ഡിസ്കസ് ചെയ്യാം. അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാം. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനായിട്ടുണ്ടോ? നമുക്ക് നമ്മളെ എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മളെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന്, പിന്നെ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയുന്ന കമന്റ്സ്, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് വചനം പഠിക്കുന്ന സമയത്ത് വചനം നമ്മളെ പലപ്പോഴും ഒരു കണ്ണാടി പോലെയാ. പറഞ്ഞാൽ ഈ കുഴപ്പം എനിക്ക് ഈ കാര്യം ഇല്ലല്ലോ. വചനം പഠിക്കുന്നതിലൂടെ ഒരുപാട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സെൽഫ് അനാലിസിസ് എന്ന് പറയുന്നത് ഈ രണ്ട് ടൂൾസ് ഉണ്ട് അതിനകത്ത്. ഒന്ന് നമ്മൾ വചനം പഠിക്കുന്നതിലൂടെ, രണ്ട് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയുന്ന കമന്റ്സ്, മൂന്ന് നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ നമുക്ക് ചിന്തിക്കാൻ, നമ്മുടെ ജീവിത അനുഭവങ്ങളെ കുറിച്ച് ഒരു അനാലിസിസ് നടത്താൻ പറ്റും. നമുക്ക് വന്നിരിക്കുന്ന ഫെയിലിയേഴ്സ് എവിടെയൊക്കെയാണ്, അതിന്റെ കാരണം എന്തായിരുന്നു, വളരെ ഒബ്ജക്റ്റീവായിട്ട്, ഇമോഷണലായിട്ടല്ല, അത് ഒബ്ജക്റ്റീവായിട്ട് ചിന്തിക്കുക. അങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് എൻ്റെ വിചാരം. പിന്നെ പ്രാർത്ഥിക്കുക, കർത്താവ് വെളിപ്പെട്ട് തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിലെ നമുക്കറിയാൻ മേലാത്ത പല കാര്യങ്ങൾ തീർച്ചയായിട്ടും കർത്താവ് കാണിച്ചു തരും. നമ്മളെ കറക്റ്റ് ചെയ്താലല്ലേ നമുക്കിങ്ങനെ കൗൺസിലിങ്ങിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലാതെ പരിജ്ഞാനം ഇല്ലാതെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ആരുടെ ഒരു ചെറിയ കാര്യങ്ങളെങ്കിലും പറയണമെങ്കിൽ നമുക്ക് ഒരു ഇതിനെക്കുറിച്ച് മൊത്തത്തിൽ ഒരു പരിജ്ഞാനം വേണ്ടേ? നമ്മളെ അനലൈസ് ചെയ്തിട്ടല്ലേ ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലാതെ ആരെങ്കിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഉദാഹരണം ഞാൻ പറയാം. ഈ നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ നമ്മൾ ഇടപെടുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പലപ്പോഴും കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പരിഹരിച്ചിട്ട് കൗൺസിലിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ലല്ലോ. നമ്മൾ ആയിരിക്കുന്ന നിലയിൽ നമുക്ക് തുടങ്ങാൻ സാധിക്കും. പക്ഷെ നമുക്ക് എപ്പോഴും ഇമ്പ്രൂവ്മെന്റിനുള്ള ഒരു ഓപ്പൺ ഹാർട്ട് വേണം നമുക്ക്. അതെ അതെ, അല്ലാതെ എല്ലാം മനസ്സിലാക്കി എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പരിഹരിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കരുത്. പക്ഷെ നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ വാസ്തവമായിട്ട് അത് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം പരിഹരിക്കാൻ. അല്ല, നമ്മളിപ്പോ ഒരു കൗൺസിലറുടെ അടുത്ത് പോകുമ്പം ആ കൗൺസിലർക്ക് ശരിയായ പരിജ്ഞാനം ഇല്ലേ നമ്മള് ചെല്ലുന്നത് അബദ്ധമായി തീരുവോ? നമ്മൾ എങ്ങനെയാ അറിയും? പരിജ്ഞാനം ഞാൻ പറഞ്ഞു, അതല്ലേ നമ്മൾ ഈ ട്രെയിനിങ് എടുക്കുന്നത്. വി ആർ ഡൂയിങ് ദിസ് കോഴ്സ് ആക്ച്വലി, അല്ലേ? ആ കോഴ്സ് കഴിയുമ്പോൾ കുറച്ച് ഇതിനെക്കുറിച്ച് ഒരു പരിജ്ഞാനം ലഭിക്കുമല്ലോ, പല ഇൻസൈറ്റ്സ് ലഭിക്കും നമുക്ക്. എന്തോ നോട്ട്സും നമുക്ക് ബുക്കും ഒക്കെ നമ്മൾ അങ്ങനെ എത്തിച്ചേരാനാണ്. നമുക്ക് കൂടുതലായിട്ട് നോട്ട്സ് ഒക്കെ തരുമോ, ബുക്സ് ഒക്കെ തരുമോ? ബുക്സ് റെഫർ ചെയ്യാൻ പലതും നമുക്ക് മേടിച്ച് വായിക്കാൻ തരും. ബുക്സായിട്ട് നമുക്ക് ഇവിടുന്ന് ബുക്സായിട്ട് കൊടുക്കത്തില്ല. ബുക്സിന്റെ പേരൊക്കെ പറഞ്ഞാൽ അത് പോയി കളക്ട് ചെയ്തോ അല്ലെങ്കിൽ ഗൂഗിളിനകത്തൊക്കെ നോക്കിയോ ഒക്കെ അതൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? പറ്റും. പിന്നെ തീർച്ചയായിട്ടും അത് ഇമ്പ്രൂവ് ചെയ്തോണ്ടിരിക്കണം, അത് ചെയ്യണം നമ്മൾ. ഞാനിപ്പോഴും വായിക്കുന്ന ഒരാളാണ്, ഇഷ്ടം പോലെ പല സോഴ്സിൽ നിന്ന് വായിക്കും. കോട്ടയത്താ സാറ്? എന്റെ വീട് കോട്ടയത്താ, മാങ്ങാനത്താ. ഞാൻ ഇതിന് വേണ്ട ബുക്സിന്റെ ഒക്കെ ഞാൻ ലിസ്റ്റൊക്കെ തരാം. പിന്നെ അത് മേടിക്കാനും അതെവിടെ കിട്ടുമെന്നൊക്കെ പറയാം. അതൊക്കെ പിന്നെ മേടിച്ച് വായിക്കുന്ന ഒത്തിരി നല്ലതാണ്. ഞങ്ങള് ഇവിടെ വെളിയിൽ, അപ്പം മേടിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും.
ഇത് നാട്ടിൽ വരുമ്പോ അല്ലേ മേടിച്ചാൽ മതി. ആ. എവിടെ വീട് എവിടെയാ? നാട്ടിൽ കോട്ടയം. കോട്ടയം. കോട്ടയത്തോ? കോട്ടയത്ത് എവിടെ? കോട്ടയത്ത് എവിടെ? കോട്ടയത്ത് അരിപ്പറമ്പ്. ആ, അരിപ്പുറം അരിപ്പറമ്പ്. അറിയാം. അവിടെ ഒരു അരി IBTS, അവിടെ ഒരു സെമിനാരി ഉണ്ട്. ഞാൻ അവിടെ ആദ്യമേ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്ത്യ ബാപ്റ്റിസ്റ്റ് തിയോളജിക്കൽ സെമിനാരി, IBTS എന്ന് പറയും. അപ്പൊ തീർച്ചയായിട്ടും കോട്ടയത്ത് വരുമ്പോഴത്തേന് വിളിക്കുക. ഇപ്പം വിൽ മീറ്റ്. ഞാൻ പറഞ്ഞുതരാം ബാക്കിയുള്ള. നേപ്പാളിലൊക്കെ പിള്ളേർ പഠിക്കുന്നതാണ്. നേപ്പാളില് അത് തന്നെ. അവിടെ നോർത്ത് ഈസ്റ്റിൽ ഞാൻ നമ്മുടെ ആൾക്കാർ. അയച്ചിട്ടുണ്ടായിരുന്നു സാറിന്റെ ആ നമ്പറിൽ. കിട്ടിയായിരുന്നോ? ഞാൻ മനസ്സിലായി കാണത്തില്ല. സാറിന്റെ നമ്പറിൽ അയച്ചത്. ഓക്കെ എന്നാ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ ഈ ആഴ്ചത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് അടുത്ത ആഴ്ച തൊട്ട് ആക്ച്വൽ കൗൺസിലിങ്ങിനെ കുറിച്ച്, പ്രോസസ്സിനെ കുറിച്ച് പഠിക്കുകയാണ്. അടുത്ത ആഴ്ച തൊട്ട് അതിനുവേണ്ടി എല്ലാവരും പ്രിപ്പയർഡ് ആവുക. ഞാൻ പറഞ്ഞ 3 പോയിന്റ് എല്ലാവരും ചിന്തിച്ച് അതിനുവേണ്ടി പ്രിപ്പയർഡ് ആകുക. ബാക്കി ദൈവം ചെയ്തോളൂ, അല്ല പേടിക്കണ്ട. ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് എവരി. പ്രാർത്ഥിക്കാം. ജിനു പ്രാർത്ഥിക്കാവോ? പ്രാർത്ഥിക്കാം.